വീട്ടിൽ നിന്നാണോ? വീട്ടിൽ തന്നെ, വെളിയിൽ പോവാറുണ്ട്. ഇപ്പൊ വീട്ടിലുണ്ടെങ്കിൽ പോകും. സോഫ്റ്റ്വെയർ കമ്പനീസ് ഒന്നും ഓപ്പൺ അപ്പ് ചെയ്തിട്ടില്ല ഇതുവരെ ആയിട്ടില്ല. ബിക്കോസ് അവിടെ ലാർജ് നമ്പേഴ്സ് അല്ലേ വരുന്നത്. റഫ്ലി ഒരു you will have in about 1,000 square feet. You can have about 10 to 15 people. അപ്പോ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഓഫീസ് ആണെങ്കിൽ പകുതി ആൾക്കാർ തന്നെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ഡിസ്റപ്ഷൻ വന്നിട്ടില്ല. ബിക്കോസ് ദേ കൻ വർക്ക് ഫ്രം ഹോം. അവർ 4 മാസം ചെയ്തുകൊണ്ട് ഇപ്പൊ ആൾക്കാർ പലരും കംഫർട്ടബിൾ ആയിട്ട് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം. അത് ശരി. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പോസ് എന്ന് പറയുന്ന പോസിറ്റിവിറ്റി ആൻഡ് പോസിബിലിറ്റിയുടെ 33ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വെരി വെരി വാം വെൽക്കം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയും എപ്പിസോഡുകളായിട്ട് നമ്മൾ എല്ലാവരും കാണുന്നു. പോസ് എന്ന് പറയുന്ന ഈ ടോക്ക് സീരീസിന്റെ ഒരു ഒറിജിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഉപജ്ഞാതാവ് എന്നുള്ള രീതിയിലും നമ്മുടെ ഒരു കൾമിനേഷൻ ഓഫ് തോട്ട്സ്, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ പലവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വി ഓൾസോ നോ ദാറ്റ് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്കും അതേപോലെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള വളരെ എന്താ പറയാ ഒരു അൺസർട്ടനിറ്റിന്റെ ഒരു കാലമാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഹൗ ക്യാൻ വി ഡൈവേർട്ട് ദി അറ്റൻഷൻ ഓഫ് യങ്സ്റ്റേഴ്സ്,
ഓഫ് പേരൻസ്, ഓഫ് യങ് ഓൺടർപ്രണേഴ്സ്, എല്ലാവരുടെയും ഒരു ചിന്താഗതി നമുക്ക് എങ്ങനെ ഒരു പോസിറ്റീവ് റൂട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോസ് എന്ന് പറയുന്ന ഈ ടോക്ക് സീരീസ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ 33ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. നമ്മുടെ ഇതൊരു ഫോർത്ത് എന്താ പറയാ, ഒരു എഡിഷൻ ആണ്. നമ്മൾ ശ്രദ്ധിച്ചു കാണും പോസ് വേർഷൻ 4.0. നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു തീമിലാണ് ഇനി ഈ 10 സീരീസ്, എപ്പിസോഡ് 31 to 40 വരെ ലീഡർഷിപ്പ് എന്നുള്ള ഒരു തീമിലായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ എമിനന്റ് ആയിട്ടുള്ള, വളരെ പ്രഗത്ഭരായിട്ടുള്ള 2 സ്പീക്കേഴ്സ് ആണ് നമ്മളെ ഇന്നത്തെ സെഷൻ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്. ശ്രീ VJ കുര്യൻ IAS അവർകളും ശ്രീ വിജയരാഘവൻ സർ അവർകളും. ഇവരെ രണ്ടുപേരെ പറ്റി ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ശ്രീ VJ കുര്യൻ IAS സർ ഇപ്പോഴത്തെ സിയാലിന്റെ MD ആണ്. അദ്ദേഹം 1983 കേഡറിന് IAS ക്വാളിഫൈ ചെയ്യുകയും നിരവധി അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു, ചീഫ് സെക്രട്ടറി ആയിരുന്നു കേരള ഗവൺമെന്റിന്റെയും. അതിനുശേഷം നിരവധി പ്രോമിനന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അദ്ദേഹം MD ആയിട്ട് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇപ്പൊ 3ാമത്തെ ടേമിൽ അദ്ദേഹം സിയാലിന്റെ MD ആയിട്ട് അദ്ദേഹം ഹീസ് ദി MD there. നിരവധി അവാർഡുകൾ അണ്ടർ ഹിസ് ഏബിൾ ലീഡർഷിപ്പ് സിയാലിന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിനെ പറ്റിയിട്ടും. എക്സാക്ട്ലി ഇസ് ദ സെയിം വിത്ത് GVR എന്ന ഒരുമാതിരി is been very well known. G വിജയരാഘവൻ സർ, who's the founder CEO of Technopark. നമ്മൾ അറിയാം EK നായനാർ സാറിന്റെ CMന്റെ കീഴിൽ ആണ് അന്നത്തെ കാലത്ത് ടെക്നോപാർക്ക് നേതൃത്വം കൊള്ളുന്നതും. November 18th 1990 ടെക്നോപാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബിഫോർ ദാറ്റ് ഒരു ഹാർട്ടി ആനിവേഴ്സറി വിഷസ് ഇഫ് ഐ ക്യാൻ സേ ടു വിജയരാഘവൻ സർ ഫോർ 30 years successful completion. November 18th അത്. So on behalf of us, I'm sure you also have a great role that you have played in bringing up Technopark, sir. So before we go into the session, let us have a quick view of a video on their introduction, please. Prashant. വിത്ത് എ വിഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഇന്ന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള അല്ലെ, നമ്മൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോൾവേർഡ്സ് ആണ് നമ്മുടെ കൂടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. രണ്ടുപേർക്കും ഓൺ ബിഹാഫ് ഓഫ് ഈച്ച് വ്യൂവേഴ്സ്, ഓൺ ബിഹാഫ് ഓഫ് നന്മ ആൻഡ് ബിഹാഫ് ഓഫ് പോസ് SPC, everyone, very hearty welcome to both of you all with much appreciation. Thank you so much. ഇന്ന് നമ്മുടെ സെഷൻ ലീഡ് ചെയ്യാൻ പോകുന്നത്, മോഡറേറ്റ് ചെയ്യുന്നത് ശ്രീ ആനന്ദ് ഹരിദാസ് ആണ്. ആൻഡ് ദെൻ ഫ്രം ദർ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് മുഹമ്മദ് സൈഫ് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ പോസ് എന്ന് പറയുന്ന ഈ ടോക്ക് സീരീസിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ബ്രെത്ത് എന്ന് പറയുന്ന ദ ലീഡർ ഹു ടേക്സ് അസ് വിത്ത് എ വിഷൻ ഇസ് ഓൾവേസ് ശ്രീ P. വിജയൻ IPS അവർകൾ.
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ ഒരു വിഷനിൽ ഞങ്ങൾ എല്ലാവരും വി ആർ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ബി വർക്കിംഗ് ടുഗദർ അണ്ടർ ദിസ് കോമൺ പ്ലാറ്റ്ഫോം കോൾഡ് POS. With these few little words, let me take the opportunity to invite and welcome Shri P. Vijayan IPS avargalku for this opening remarks and introduction of the topic. Over to you, Vijayan sir. Thank you so much, Ranjit. Ranjit is is a renowned chartered accountant and a leader of MBT. Sir, very good evening, sir. Vijayan sir, thank you so much for joining us. Good evening, Vijayan, and all of you. Good evening. Vijayan sir, thank you so much for joining us. Good evening. Dear friends, we have several thousand people watching over around 40 to 45,000 Facebook accounts all over the world, and then Zoom, then YouTube, Insta, and all. They are the backbone of this entire program, so they have been constantly watching this initiative and getting a lot of support from them. So I'll quickly brush through a little small presentation on this, the concept of vision. രണ്ട് ഗ്രേറ്റ് വിഷണറി ലീഡേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിഷനെ കുറിച്ച് കുറച്ച് ഫണ്ടാസ് അടിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സോ ജസ്റ്റ് മേക്കിംഗ് എ ഷോർട്ട് പ്രസന്റേഷൻ ഓൺ ദിസ് വൺ. ആസ് രഞ്ജിത്ത് മെൻഷൻഡ്, നമ്മളിത് 4.0 എത്തിയിരിക്കുന്നതാണ്. 33 എപ്പിസോഡുകളിൽ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇവരിലുള്ള പോസിറ്റിവിറ്റി ആൻഡ് പോസിബിലിറ്റി എന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. അത് പാൻഡമിക് എന്ന് മാത്രമല്ല, പാൻഡമിക് ഹാസ് മേഡ് ഇറ്റ് മോർ അർജന്റ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വേരിയസ് ആയിരിക്കുന്ന ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് എങ്ങനെ ഒരാളിലെ ഇന്നർ പൊട്ടൻഷ്യൽസിനെ ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാം, അതിന് സാധ്യമാക്കാവുന്ന, അതിന് ഇൻസ്പയർ ചെയ്യാവുന്ന, അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യാവുന്ന ഒരു ടോക്ക് സീരീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എല്ലാത്തിൻ്റെയും ലീഡറും അല്ലെങ്കിൽ ഫോളോവർ എല്ലാം അവനവനിൽ തന്നെയാണ് നിൽക്കുന്നതെന്നും സുഖവും ദുഃഖവും ഒക്കെ അവനവനിൽ തന്നെയാണ് നിൽക്കുന്നതെന്നും അത് എക്സ്പ്ലോർ ചെയ്യാൻ ഒരാളെ എങ്ങനെ പ്രാപ്തമാക്കാം എന്നുള്ളതാണ് നമ്മൾ മിഷൻ ബെറ്റർ ടുമാറോ ശ്രമിക്കുന്നത്. ടു ക്രിയേറ്റ് എ ബെറ്റർ ടുമാറോ ഫോർ ദി ഓൾ ഓഫ് us ആൻഡ് മേക്ക് ദിസ് പ്ലേസ് ബെറ്റർ പ്ലേസ് ടു ലിവ്. നമ്മുടെ ഈ ലീഡർഷിപ്പ്, ടേക്ക് ദ ലീഡ് എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ 3rd ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പാഷൻ തുടങ്ങിയിട്ടുള്ള ഇവിടെ എത്തിയിരിക്കുന്നത് വിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അതിന്റെ അടുത്ത 7 സീരീസും ഇതിനോട് അനുബന്ധമായിരിക്കുന്നതായിരിക്കും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷൻ എന്നതുകൊണ്ട് അതൊരു വ്യക്തിക്കായിരുന്നാലും ഒരു പ്രസ്ഥാനത്തിനായിരുന്നാലും ഒരു രാജ്യത്തിനായിരുന്നാലും വിഷൻ എന്ന് പറയുന്നതാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത്. പണ്ട് വുഡ്രോ വിൽസൺ പറഞ്ഞതുപോലെ, അദ്ദേഹം ഈ 1ാം ലോക യുദ്ധകാലത്ത് അമേരിക്കയെ നയിച്ച സമയത്ത് പറയും, നമ്മൾ ജസ്റ്റ് ടു ജീവിക്കാൻ വേണ്ടിയിട്ട്, ഒരു ലിവിങ് അല്ലെങ്കിൽ ഒരു ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഇതിനെ ഒരു മെച്ചപ്പെട്ട ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം ഈ ലോകത്തെ മെച്ചപ്പെടുത്തിയെടുക്കേണ്ടത്, നല്ലൊരു ലോകമാക്കി മാറ്റേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ആരോ നമുക്ക് വിട്ടേച്ചു പോയിരിക്കുന്നതാണെന്നും ഇനി വരാനിരിക്കുന്നവർക്ക് ഒരു നല്ല സ്ഥലമാക്കി, ഒരു നല്ല എൻറിച്ച് ചെയ്യപ്പെടേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് അദ്ദേഹം പറയേണ്ടായിട്ടുണ്ട്. ഇവിടെ ചില പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ് ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് വാട്ട് ഈസ് വിഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇറ്റ്സ് എ മെന്റൽ പിക്ചർ ഓഫ് ദി ഫ്യൂച്ചർ, ഓർ വി ക്യാൻ സേ വിഷ്വലൈസേഷൻ ഓഫ് ഡെസ്റ്റിനി. എന്താണ് നമ്മളെ ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു കമ്പലിംഗ് ആയിരിക്കുന്ന അല്ലെങ്കിൽ അച്ചീവബിൾ ആയിരിക്കുന്ന ഒരു ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു മെന്റൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യാന്നുള്ള, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇൻ തോട്ട് അബൌട്ട് വാട്ട് ലൈസ് അഹെഡ്, നമ്മൾ മുമ്പിലേക്ക് പോകാനുള്ള യാത്രയിൽ എന്താണ് എന്നുള്ളതിന്റെ വ്യക്തമായിരിക്കുന്ന ഒരു ധാരണ സൃഷ്ടിക്കുക എന്നുള്ളത് കൂടിയാണ് വിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Since the British were not willing to let India defend herself by forming a national government, Gandhi called upon them to quit India and prepare to organize Satyagraha. Addressing the historic session of the All India Congress Committee in Bombay on August 7, 1942, Gandhi said, "Our quarrel is not with the British people. We fight their imperialism." And he administered an incantation, "Do or die. We shall either free India or die in the attempt." ഒരുപക്ഷെ ഇന്ത്യ കണ്ടതിൽ വെച്ചിരിക്കുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് വിഷണറി എന്ന് പറയാവുന്നത് മഹാത്മാഗാന്ധി ആയിരിക്കും. ഒരുപക്ഷെ 1950 തന്നെ സമ്പൂർണ്ണ സ്വരാജ്യം കുറഞ്ഞൊന്നുമില്ല എന്ന് സ്വപ്നം കണ്ട, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആളുകളെ നിരന്തരമായി പാഷനേറ്റ് ആക്കിയ ഒരു ലീഡർ ആയിരുന്നുള്ളൂ. അതിന്റെ അദ്ദേഹത്തിന്റെ 1942 സ്പീച്ചാണ് ഇവിടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങുമ്പോൾ ഡു ഓർ ഡൈ എന്നുള്ള ഒരു വിഷൻ, ഒരു അജണ്ട ജനങ്ങൾക്ക് മുമ്പിലേക്ക് സെറ്റ് ചെയ്തു പോകുന്നത്.
Quit India resolution was passed on August 8, 1942. In the early hours of the very next morning, Gandhi and all the top Congress leaders were roused from their beds and carried to places of internment. വിഷൻ എന്തായിരിക്കണം? ഒരാൾ ഒരു ജീവിതത്തിലായിരുന്നാലും ഒരു ഓർഗനൈസേഷൻ ആയാലും വിഷൻ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്നുള്ള ഒന്ന്, അതൊരു ഹൈലി ആസ്പിറേഷണൽ ആയിരിക്കണം. ഒരു പക്ഷേ ടെക്നോ പാർക്ക് അല്ലെങ്കിൽ നമ്മളെ കൊച്ചിൻ എയർപോർട്ട് പോലെയുള്ള സാധനങ്ങൾ ഒരു ചളിക്കുണ്ടുകളായിരുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു വലിയൊരു സ്വപ്നത്തെ ഒരു വലിയൊരു ഹൈലി അംബീഷ്യസ് ആയിരിക്കുന്ന ഒരു സ്വപ്നം കാണും. അത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുക. ഒരു വിഷനും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒരു ഓർഗനൈസേഷന്റെ വിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതിനെ എങ്ങനെയാണ് ആ വിഷന്റെ വാക്കുകളും അതിന്റെ അച്ചീവബിൾ ആയിരിക്കുന്ന ടാർഗറ്റും കേട്ടിട്ട് എങ്ങനെ ഗ്രൂപ്പിനെ അതിൽ നിന്നുണ്ടാകാവുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ട്, സമൂഹത്തിൽ നിന്നും വ്യക്തിക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ട് ഇൻസ്പയർ ചെയ്യപ്പെടുന്ന ഒരു വിഷനാണ് യഥാർത്ഥത്തിൽ അച്ചീവബിൾ ആയി മാറുക. അതോടൊപ്പം തന്നെ അത് നിർവഹിക്കപ്പെടേണ്ടുന്ന ഒരു സമൂഹത്തിന്റെ ആയിരുന്നാലും ഒരു ജനക്കൂട്ടത്തിന്റെ ആയിരുന്നാലും ഒരു ഓർഗനൈസേഷന്റെ ആയിരുന്നാലും അതിന്റെ ഷെയർഡായി മാറുന്നത് ആവുമ്പോഴാണ്, അല്ലെങ്കിൽ എല്ലാവരും അതിനെ ഓണപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ വിഷൻ ക്വാളിറ്റേറ്റീവ് വിഷനായി മാറുന്നത്. ഈ വിഷൻ സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും പലർക്കും വളരെ വിഷൻസ് ഉണ്ടാകാറുണ്ട്. അതൊരു ഷെയർഡ് അല്ല എങ്കിൽ ഒരു ചുമരിൽ തൂക്കിയിടാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. അത് ഷെയർഡ് ആയിരിക്കുന്നു, മറ്റുള്ളവരും കൂടി ഓണർഷിപ്പ് സൃഷ്ടിക്കപ്പെടുന്ന ഒരു വിഷൻ ആണെങ്കിൽ അത് ആളുകളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടുന്നു എന്ന് വേണം പറയാൻ. ഇത് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ, നമ്മൾക്കറിയാം നൊബേൽ ലൊറൈറ്റ് ആയിരിക്കുന്ന സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയിരുന്ന അമേരിക്കയിലെ മാർട്ടിൻ ലൂതർ കിങ് ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അവസാനത്തെ സ്പീച്ചാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇവിടെ പറയുന്നത് ആ പ്രോമിസ്ഡ് ലാൻഡിലേക്ക് വെള്ളക്കാരും കറുത്ത വർഗ്ഗക്കാരും അമേരിക്കയുടെ മക്കളായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ആ ഒരു പ്രോമിസ്ഡ് ലാൻഡിലേക്ക് ഉള്ള യാത്രയെ കുറിച്ചിട്ട് അതിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്ന് പറയുന്നതാണ് ഈ സ്പീച്ച്. Longevity has its place, but I'm not concerned about that now. I just want to do God's will, and He has allowed me to go up to the mountain. And I've looked over, and I've seen the promised land. I may not get there with you, but I want you to know tonight that we as a people will get to the promised land. എന്താണ് ഒരു വിഷന്റെ ഇസെൻഷ്യൽ? എന്തുകൊണ്ട് നമുക്കൊരു വിഷൻ ഉണ്ടാവും? അപ്പം നമ്മുടെ ഈ മാർട്ടിൻ ലൂതർ കിങ് ഒരു എക്കാലത്തും ഒപ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളെ നയിക്കുന്ന സമയത്ത് ഒരു ഫോക്കസ് ആണ് കൊടുക്കുന്നത്, ഒരു ഡയറക്ഷനാണ്. വൈറ്റ്സ് ആൻഡ് ബ്ലാക്സ് ഒന്നിച്ച് സഹോദരന്മാരെ പോലെ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നതും ഒന്നിച്ച് റെസ്റ്റോറൻറ്റിൽ ജീവിക്കുന്നതിനും കുറിച്ചിട്ടുള്ള ഒരു ഫോക്കസ് ആൻഡ് ഡയറക്ഷൻ. ഇത് ആ കൂട്ടത്തിലിരിക്കുന്ന അവിടുത്തെ ഒപ്രസ്ഡ് ആയിരിക്കുന്ന ആളുകളുടെ അവരുടെ എല്ലാം തന്നെ പാഷനെ അത് ഫയർ ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എല്ലാ മൂവ്മെന്റ്സിലെയും നമ്മൾ കാണുമ്പോൾ. അത് മഹാത്മാഗാന്ധിയുടേതായിരുന്നാലും ഒരുപക്ഷെ നമ്മുടെ പല ഈ മാർക്ക് സക്കർബർഗിനെയോ ബിൽഗേറ്റ്സിനെ കുറിച്ച് പോലെയോ അതല്ലെങ്കിൽ രത്തൻ ടാറ്റയോ ഒക്കെ ഉള്ള ആളുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഈ പാഷനെ ഫയർ ചെയ്യുക എന്നുള്ളത്. ഇത് അതോടൊപ്പം തന്നെ ഇറ്റ്സ് ഗീവ്സ് എ മീനിങ് ആൻഡ് പർപ്പസ് ഇൻ അവർ ലൈഫ്. അതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ. ഒരു പക്ഷേ രാവും പകലുകളും കടന്നു പോകുന്നതും വേദനകളും പ്രയാസങ്ങളും അറിയാതെ പോകുന്ന രീതിയിലേക്ക് വിഷന്റെ ശക്തി കൊണ്ട് ആളുകൾ മൂവ് ചെയ്യപ്പെടുന്നതും ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കണം. ഇത് അതോടൊപ്പം തന്നെയാണ് ഇത് നമ്മളിലുള്ള പ്രയാസങ്ങളെ അതിജീവിക്കുന്നതിനും നല്ലൊരു വിഷൻ എപ്പോഴും സഹായിക്കും എന്നുള്ളതാണ്. ഒരു വിഷണറി ലീഡർ ഒരിക്കലും തന്നെ അദ്ദേഹം ഒരിക്കലും തന്നെ തന്റെ അധികാരത്തെ കുറിച്ചിട്ടല്ല നോക്കുന്നത്, അദ്ദേഹത്തിന്റെ പർപ്പസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചിട്ടും അതിന്റെ ആനന്ദത്തെ കുറിച്ചിട്ടുമാണ് എപ്പോഴും സംസാരിക്കുക എന്നുള്ളതാണ് ഒരു വിഷണറി ലീഡർ എന്ന് പറയുന്നത്. The greatest successes come from having the freedom to fail. Facebook wasn't the first thing I built. I also built chat systems and games, study tools and music players, and I'm not alone.
The challenge for our generation is to create a world where everyone has a sense of purpose. മാർക്ക് സക്കർബർഗ് പറയുന്നുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ് എൻ്റെ FB പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുടങ്ങിയെങ്കിലും ലോകം തന്നെ ഒരു ദിവസം ആ നെറ്റ്വർക്കിലൂടെ പോകുന്നതായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നു ഒരിക്കൽ പറയണ്ടായിരുന്നു. ഒരുപക്ഷെ ആ നെറ്റ്വർക്കിന്റെ ഭാഗമായിരുന്നുകൊണ്ടായിരിക്കണം നമ്മളും 10-50,000-ൽ പരം ഫേസ്ബുക്ക് നെറ്റ്വർക്കിലൂടെ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നു. ഇതാണ് ഒരു വിഷന്റെ പവർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷൻ എന്ന് പറയുന്നത് ഒരു വിഷൻ അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത്, ആലോചിച്ച് നോക്കുക 5 വർഷത്തിന് ശേഷം ഞാൻ എന്തായിരിക്കണം, നിങ്ങൾ എവിടെയായിരിക്കും, എന്താണ് നിങ്ങൾ എത്തിപ്പെടേണ്ടത്, ഏത് ഒരു രീതിയിലുള്ള സാമൂഹിക പൊസിഷനിലാണ് എന്നെ കാണപ്പെടേണ്ടത് എന്ന് ആലോചിച്ച് നോക്കുക. ഇന്നു മുതൽ 5 വർഷത്തേക്ക്, ഇന്നു മുതൽ 5 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെയായിരിക്കണം, ഞാൻ എന്തായിരിക്കണം, ഞാൻ എങ്ങനെയായിരിക്കണം അറിയപ്പെടേണ്ടതെന്ന് ചിന്തിക്കുക. കാരണം നമ്മൾ പറയാറുണ്ട്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ ഇമാജിൻ ചെയ്യുന്നത്, അതാണ് നമ്മളായി മാറുക. നമ്മളെ വിഷൻ എന്തായിരുന്നാൽ അത് നമ്മൾ സമൂഹത്തിൽ അറിയപ്പെടേണ്ടവരും ഉപകാരിയുമായിട്ടാണ് അറിയപ്പെടാൻ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ നിരന്തരമായി ചിന്തിക്കുകയും നിരന്തരമായി പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾ അത് ആയിത്തീരുമെന്ന് പ്രപഞ്ച സത്യമാണ്. താങ്ക് യു. താങ്ക് യു സാർ. നമ്മൾ വിജയൻ സാറ് നടത്തിയ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷന് ശേഷം നമ്മൾ ഡിസ്കഷനിലേക്ക് കയറുകയാണ്. കുര്യൻ സാർ, ഗുഡ് ഈവനിങ്. ആനന്ദാണ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ആനന്ദ്. വിജയരാജൻ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ സാർ പറഞ്ഞതുപോലെ ലീഡ് വിത്ത് എ വിഷൻ ആണ്. നമുക്ക് വിജയരാഘവൻ സാറിൽ നിന്ന് തന്നെ ഡിസ്കഷൻ തുടങ്ങാം. സാർ, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കാണ് കേരളത്തിന്റെ IT സെക്ടറിലേക്കുള്ള ആദ്യ വാതിൽ. അതിന്റെ താക്കോല് പിടിച്ചിരുന്നത് സാറുമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം നേരത്തെ പറഞ്ഞ പോലെ ലീഡ് വിത്ത് എ വിഷൻ എന്നതാണ്. ടെക്നോ പാർക്കിന്റെ സ്ഥാപക CEO എന്ന നിലയിൽ ഈ വിഷയത്തെ കുറിച്ചുള്ള സാറിന്റെ ഒരു അനുഭവം വെച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം സാർ. ശരി, ഞാൻ ഐ വാസ് പാർട്ട് ഓഫ് ദ ടീം എന്ന് വേണമെങ്കിൽ പറയാം, ഓർ മേ ബി ഐ വാസ് ദി ക്യാപ്റ്റൻ ഓഫ് ദ ടീം. പക്ഷെ ഞങ്ങളൊരു 11 പേരാണ് ഇത് തുടങ്ങി വെച്ചത്. പക്ഷെ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു KP നമ്പ്യാര് ഇൻഡസ്ട്രി മറ്റേ ഗവൺമെന്റ് ഓഫ് കേരളയുടെ അഡ്വൈസർ ആയിരുന്ന സമയത്ത്, ഗൗരിയമ്മ മിനിസ്റ്റർ, ശ്രീ K. നയനാർ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അതായത് കേരളത്തില് അന്ന് IT എന്നുള്ളൊരു വാക്കില്ല, സോഫ്റ്റ്വെയർ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി കേരളത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസ്കഷൻ, ഒരു സെമിനാർ നടന്ന് അന്ന് ഞാൻ CDAC ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ശ്രീ നയനാരുടെ ആദ്യത്തെ അമേരിക്കൻ ട്രിപ്പാണ് അന്ന് അവിടെ പോകുന്നത്. അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറെ കാര്യങ്ങൾ വിച്ച് ഐ ഹാവ് കവേർഡ് ഇൻ എ ബുക്ക് ആൻഡ് ഇൻ അതർ ഡിസ്കഷൻ. പക്ഷെ ഒരു കാര്യം വന്നിട്ടുള്ളത്, ഇഫ് യു ആർ ഡൂയിങ് സംതിങ്, do it in a completely different from what is happening today. അപ്പൊ അന്ന് നമ്മള് ടെക്നോ പാർക്ക് തുടങ്ങുന്ന സമയം, അതിന് ശരിക്കുള്ള പേര് ഇലക്ട്രോണിക് ടെക്നോളജി പാർക്സ് കേരള എന്നാണ്. അത് തുടങ്ങുന്ന സമയത്ത് കേരള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ഡെസ്റ്റിനേഷൻ അല്ല. ഇന്ന് കുറച്ച് മാറിയിട്ടുണ്ട്, ഇന്നും അതിൻ്റെതായിട്ടുള്ള ചില പ്രോബ്ലങ്ങളുണ്ട്. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും അന്ന് കേരളത്തിലേക്ക് ആര് ഇൻവെസ്റ്റ് ചെയ്യാൻ വരും എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ അന്ന് നോക്കിയപ്പോഴത്തേ അപ്പൊ ഇതെങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ വേറെ ഇല്ല, സൗത്ത് ഏഷ്യയിൽ ഇല്ല. അപ്പൊ അങ്ങനെയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസിനോട് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് സിംഗപ്പൂരിലും തൈവാനിലും അവിടേക്കുള്ള സ്റ്റഡി ചെയ്യുന്നു. അതെല്ലാം കൂടെ വെച്ചിട്ട് കേരളത്തിൽ നമുക്ക് ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു വെളിയിലെ ജോലി ചെയ്യുന്ന ഒരാൾ ഇവിടെ വന്നാൽ അയാൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. അപ്പോ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ തുടക്കത്തിലൊരു 50, പിന്നെ അത് 180, ഇന്നെല്ലാം കൂടെ ഏകദേശം ഒരു 700-800 ഏക്കർ സ്ഥലം, അതിനൊരു ഒയേസിസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ആയിട്ടുള്ള എൻവയറമെന്റ്. നമ്മുടെ പുറത്തുള്ള എൻവയറമെന്റിന്റെ ദൂഷ്യവശങ്ങൾ അകത്തോട്ട് വരാതെ അതിന്റെ നല്ല വശങ്ങൾ അകത്തോട്ട് വരിക എന്നുള്ള രീതിയിൽ ഇത് മുന്നോട്ട് പോകാം. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് നമ്മളിതിന് സെറ്റ് ചെയ്ത ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 5000 പേർക്ക് നേരിട്ട് തൊഴിൽ, 20,000 പേർക്ക് പരോക്ഷമായിട്ടും തൊഴിൽ. അത് പറഞ്ഞപ്പോ അന്ന് പലരും പറഞ്ഞ് നടക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാ പറയുന്നത്, ഇതൊരു പ്രസംഗമായിട്ട് അങ്ങ് മാറിയില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ നമ്പേഴ്സ് ആകും. പക്ഷെ അതിന്റെ ഞാൻ ആദ്യത്തെ 7 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഞാൻ അത് കഴിഞ്ഞിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് മാറി വന്ന ആൾക്കാരും മാറി വന്ന സർക്കാരുകളും ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
ശ്രീ കുര്യൻ ആദ്യ ഇനിഷ്യൽ പീരീഡ് കിട്ടിയതുപോലെ എനിക്ക് അന്നത്തെ ഗവൺമെന്റ് ഇനിഷ്യൽ പീരീഡിൽ തന്നൊരു ഫ്രീഡമാണ്. ഞാൻ ഉണ്ടായിരുന്ന 7 വർഷത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസും വന്നില്ല. ആ ഒരു ഫ്രീഡവും കിട്ടി. അത് വെച്ചിട്ട് we could do it and we said that if we do it, let us do something which is the best. അപ്പോ അവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു വൗ എന്ന് പറഞ്ഞ ബിൽഡിംഗ് മാത്രം കാണുമ്പോൾ അല്ല, ആ വൗ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഫെസിലിറ്റിയും അവിടുത്തെ അപ്രൂവൽസ് കൊടുക്കുക, ആ രീതിയിലുള്ള അപ്രൂവൽ സിസ്റ്റമും മറ്റും ചെയ്ത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ആദ്യത്തെ സിംഗിൾ വിൻഡോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിൽ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ട്. പക്ഷെ ഐ ജസ്റ്റ് സേ ദാറ്റ് അവിടെ ഒരാള് ഒരു ബിൽഡിംഗ് അപ്രൂവലിന് വന്നാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് ബിൽഡിംഗ് അപ്രൂവൽ കൊടുക്കത്തക്കൊണ്ടുള്ള രീതിയിലാണ് അന്ന് ആ പവേഴ്സ്. പക്ഷെ ആ പവേഴ്സ് ഇന്ന് ടെക്നോ പാർക്ക് സിഇഒയ്ക്കില്ല, പക്ഷെ അന്ന് ആ പവേഴ്സ് തന്നിരുന്നു. അതനുസരിച്ചിട്ടാണ് അത് ഇംപ്ലിമെന്റ്. പക്ഷെ വൺ തിങ് വാസ് ക്ലിയർ, ഇറ്റ് ഹാസ് ടു ബി ദ ബെസ്റ്റ് എന്നുള്ളതാണ് എനിക്കുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം. ഇന്നും ഞാൻ വിട്ടിട്ട് 20 വർഷത്തിൽ കൂടുതലായി, ഇന്നും ഇറ്റ് ഇസ് സ്റ്റിൽ ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി. താങ്ക് യു സർ. താങ്ക് യു സർ. ഒരു ഇമ്പോസിബിൾ ഡ്രീമിനെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ഇമ്പോസിബിൾ ഡ്രീം ആയിരുന്നു നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. അതും ആക്ച്വലൈസ് ചെയ്ത് സർ കുര്യൻ സാറിന്റെ ഒരു വിഷനാണ്. അപ്പം സാറിന്റെ IAS കരിയറിന്റെ അവസാനം നിൽക്കുമ്പോഴും സാർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് കൊച്ചിൻ വിമാനത്താവളത്തിന്റെ സൃഷ്ടാവ് എന്ന നിലയിൽ തന്നെയാണ്. ഒട്ടും എളുപ്പമല്ല സാർ ഇങ്ങനെ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനും. വിജയൻ സാർ നേരത്തെ പറഞ്ഞ പോലെ ചെളിക്കുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് കെട്ടിപ്പടുക്കാനും ഇന്നും സാർ അതിന്റെ MD ആണ്, സാർ HDA ആണ്. സാറിന്റെ അനുഭവത്തിൽ ഈ ഒരു വിഷൻ, ലീഡ് വിത്ത് എ വിഷൻ എന്നുള്ള സബ്ജക്റ്റിനെ സാറിന് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ്. താങ്ക് യു ആനന്ദ്. എനിക്ക് തോന്നുന്നത് ഒരു വിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസിലേക്കുള്ള ഒരു പ്രയാണമാണ് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ. തീർച്ചയായിട്ടും കൊച്ചിൻ എയർപോർട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം തുടങ്ങാനായിട്ട് എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. പൊളിറ്റിക്കലായിട്ടുള്ള സപ്പോർട്ട് കിട്ടി. പക്ഷേ കൊച്ചിക്കൊരു പുതിയ വിമാനത്താവളം, അതായിരുന്നു നമ്മുടെ ഒരു വിഷന്. അതിന് പണമില്ലാന്ന് എയർപോർട്ട് അതോറിറ്റി പറഞ്ഞപ്പോൾ അതിനൊരു കൗണ്ടറായിട്ട് നമ്മൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, അത് ലോകത്ത് ഒരിടത്തും ട്രൈ ചെയ്യാത്ത ഒരു സംഗതിയാണ്. അത് ആയിരുന്നു നമ്മുടെ ഒരു വലിയ ചലഞ്ച്. എങ്ങനെ പണം ഉണ്ടാക്കും, അതിന് പല സ്കീംസുകൾ കൊണ്ടുവന്നു. അതിനുശേഷം ലാൻഡ് അക്വിസിഷൻ, ഏതാണ്ട് 3800 പേരിൽ നിന്നെടുത്ത ലാൻഡായിരുന്നു. അതിന് പണം കൊടുക്കുക, അത് അവരെ 820 വീട്ടുകാരെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്തു. ആ 820 പേരും ഇന്ന് കൊച്ചിൻ എയർപോർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം ആ ലാൻഡ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു അൾട്ടിമേറ്റ് ഗോൾ ഉണ്ടായിരുന്നു, ഒരു എയർപോർട്ട് പണിയണം. ആ എയർപോർട്ട് കൊച്ചിയുടെ ഒരു വലിയ അസറ്റായിട്ട് മാറണം. ഇവിടുത്തെ ടൂറിസം ഡെവലപ്പ് ചെയ്യണം. ടൂറിസം, IT, ഇപ്പം ശ്രീ വിജയരാഘവനോട് സൂചിപ്പിച്ചതുപോലെ IT ഒക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതിന്റെ ട്രാവൽ ഫെസിലിറ്റീസ് വേണം. അന്നേരം ഇങ്ങനെ ഒരു എയിമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പക്ഷേ somehow we managed to do it. ഒരു 40 പേരുണ്ടായിരുന്ന ഒരു ടീമാണ് ഇതിനെ കൊണ്ടുവന്നിരുന്നത്. കാരണം വെറും 20,000 രൂപ വെച്ചിട്ട് തുടങ്ങിയൊരു പ്രോജക്റ്റാണ്. ഒരു പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു, അവസാനം 300 കോടി രൂപ ചെലവാക്കേണ്ടി വന്ന എയർപോർട്ട് പണിയാനായിട്ട്. പക്ഷേ തുടക്കം വെറും 20,000 രൂപയായിരുന്നു. ഒരു ജർമ്മനിയിൽ നിന്നുള്ള ഒരു മലയാളി ശ്രീ ജോസ് മാളിയേക്കൽ എന്ന് പറയുന്ന അയച്ചു തന്ന ഒരു 20,000 രൂപയുടെ ചെക്കുമായിട്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റുമായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം ഓഫീസ് ഒക്കെ GCDയുടെ ഒരു കാരുണ്യം കൊണ്ട് 100 രൂപയ്ക്ക് വാടകയ്ക്ക് തന്നു. അതിനുശേഷം ഇവിടെയുള്ള ചേംബർ ഓഫ് കോമേഴ്സ് ഒക്കെ കൂടെ അതിനുള്ള ഉപകരണങ്ങൾ, ഫേർണിച്ചറൊക്കെ തന്നു. അങ്ങനെ ഒരു എളിയ തുടക്കമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു എയർപോർട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ലാൻഡ് അക്വിസിഷൻ, സമരങ്ങൾ, പ്രശ്നങ്ങൾ. പക്ഷേ ഇതിൻ്റെ അകത്തൊരു അൾട്ടിമേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കോൺസെപ്റ്റ് പറഞ്ഞ് പണം ഉണ്ടാക്കി 6 വർഷം കൊണ്ട് ഞങ്ങൾക്ക് എയർപോർട്ടിൽ വിമാനം ഇറക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കമ്പാരിറ്റീവായിട്ട് നിങ്ങൾ ഏത് പ്രോജക്റ്റ് നോക്കൂ, ഇതിലൊക്കെ സമയം എടുത്തിട്ടുണ്ട്. ഡെസ്പൈറ്റ് ദ ഫാക്ട് നമുക്ക് പണമില്ലായിരുന്നു, ലാൻഡ് ഇല്ലായിരുന്നു, എന്നിരുന്നാൽ അത് സാധിച്ചു. പക്ഷെ ഒരു കളക്റ്റീവ് എഫർട്ടായിരുന്നു. താങ്ക് യു സാർ. ആ ഒരു വിഷന്റെ പവറാണ് സാറിനെ ഡ്രൈവ് ചെയ്യുന്നത്. വിജയരാഘവൻ സാർ നേരത്തെ പറഞ്ഞു
സാറ് തുടങ്ങുന്ന സമയത്ത് IT എന്നൊരു യൂസേജ് പോലും ഉണ്ടായിരുന്നില്ല. ഇലക്ട്രോണിക്സ് എന്നൊരു ഇതിൽ നിന്നാണ് ടെക്നോ പാർക്ക് എന്നൊരു ഐഡിയ കോൺസെപ്റ്റ് വരുന്നത്. സാർ, വിജയരാജ് സാർ നമ്മുടെ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ IT പാർക്കാണ് ടെക്നോ പാർക്ക്. അപ്പോൾ സാർ തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന്റെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് ഇമേജസ് എന്താണ്? സാർ സാർ നേരത്തെ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ലീഡർഷിപ്പിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം സാറ് ഓർക്കുന്ന ഇമേജസ് എന്തൊക്കെയാണ് സാർ? ഒരു ലീഡർഷിപ്പ് എന്ന രീതിയിൽ സാറിന് ഡിഫൈൻ ചെയ്യുന്ന ഇമേജസ് എന്തൊക്കെയാണ്? ഒരു ഇൻട്രസ്റ്റ്, ഞാൻ അന്ന് സീഡാക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ശ്രീ നയനാര്, ഗൗരിയമ്മ, ശ്രീ ബേബി ജോൺ എല്ലാവരും കൂടെ US പോകണം. അപ്പൊ എന്നോട് പറഞ്ഞു, ക്യാൻ യു അക്കമ്പനി ദം? അങ്ങനെ സിലിക്കോൺ വാലിയിൽ പോയി, അവിടെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹമായിട്ട് പോവാ. അപ്പൊ എനിക്കന്ന് 31-32 വയസ്സാണ്. ശ്രീ കെ നയനാർ എന്ന ചീഫ് മിനിസ്റ്ററാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ട്രാവൽ ചെയ്തു. അവിടെ പോയി കഴിഞ്ഞിട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ടെലിങ്, കാരണം ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാരും ഇതിലുള്ളതുകൊണ്ട് പറയുന്നതാണ്. ഞങ്ങൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കൂടെ നടന്നിങ്ങനെ നീങ്ങുമ്പോഴത്തേക്ക് ഞങ്ങളെ കാണിക്കുന്ന പ്രൊഫസർ തോമസ് കൈലാത്ത് ഒരു മലയാളിയാണ്. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റിന്റെ മെഡലും നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പത്മഭൂഷൺ നടക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത്, പോകുന്ന ഒരു നോബൽ ലോററ്റ് ആണ്, ഇതൊരു നോബൽ ലോററ്റ് ആണ്, ഇയാൾ ഈ വർഷത്തെ നോബൽ ലോററ്റ് എന്ന് പറഞ്ഞപ്പോ ശ്രീ നയനാരുടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഇതാണ്. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ നോബലുകാരെ കൊണ്ട് തട്ടി നടക്കാൻ വയ്യ, നമ്മുടെ നാട്ടില് തൂത്ത് വരയ്ക്കിയ ഒരുത്തനെ കിട്ടൂല. അപ്പോ ഇതിലൊരു ലുക്ക് അറ്റ് ഹൗ ഹി തിങ്സ് അബൌട്ട് ഇറ്റ്. എന്നിട്ട് ഞങ്ങൾ ഇന്ന് ആപ്പിൾ എല്ലാവർക്കും അറിയാം, പക്ഷെ അന്ന് ആപ്പിൾ വാസ് നോട്ട് വെരി മച്ച് നോൺ. ആപ്പിൾ ഒരു മാക് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടേഴ്സ് മാത്രമല്ല, ഇറ്റ് വാസ് എ ഗുഡ് കമ്പനി. ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യുന്നു. അവിടെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ചോദിച്ചു, എങ്ങോട്ടാണോ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഫാക്ടറി ആണോ? മതിലില്ല, കൊടിയില്ല. ഞാൻ പറഞ്ഞു, മതിലും കൊടി ഇല്ലാത്തതുകൊണ്ടാണോ? അപ്പൊ എന്തോ ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ ഫാക്ടറി, ചുമ്മാ അതല്ല എന്ന് പറഞ്ഞു. പ്രസന്റേഷൻ കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് പോയി നോക്കിയപ്പോ ആ ഹാളിന്റെ അകത്തോട്ട് കയറിയപ്പോ 100 കണക്കിന് സ്ത്രീകൾ ഇന്ന് വർക്ക് ചെയ്യാണ്. അപ്പൊ ശ്രീ നയനാര് ചോദിക്കാൻ, കമ്പ്യൂട്ടർ ഇത്രയും പേർക്ക് ജോലി കൊടുക്കുമെങ്കിൽ നമ്മൾ എന്തിനാ കമ്പ്യൂട്ടറിനെ എതിർക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളല്ലേ എതിർക്കണത്, ചീഫ് മിനിസ്റ്റർ പാർട്ടി എതിർക്കെന്ന് പറഞ്ഞു. അത് ഒന്നും മിണ്ടിയില്ല, പതുക്കെ നടന്നുപോയി. നോക്കിയപ്പോ ഒരു ഇന്ത്യൻ ലുക്കിംഗ് ലേഡി, അവരെ യു ഇന്ത്യൻ? അവർ പറഞ്ഞു, നോ, മെക്സിക്കൻ. അപ്പൊ നമ്മൾ സാധാരണ ചോദിക്കാത്ത ചോദ്യങ്ങളെല്ലാം അദ്ദേഹം ചോദിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഇന്നസെൻസും എല്ലാം കൂടെ, ഹൗ ഓൾഡ് ആർ യു? അവർ പറഞ്ഞു 46. ഹൗ മച്ച് സാലറി? അപ്പൊ അവർ പറഞ്ഞു $12 or something എന്ന് പറഞ്ഞു. അപ്പൊ $12 അത് എത്രയാണോ? ഞാൻ പറഞ്ഞു 240 രൂപ. അന്ന് 20 രൂപയാണ് ഒരു ഡോളറിന്. അത്രേ ഉള്ളോ? ഞാൻ പറഞ്ഞു, ഇതൊരു ഒരു ദിവസത്തെ, ഞാൻ പറഞ്ഞ ഒരു മണിക്കൂറിന്റെയാന്ന് പറഞ്ഞു. അപ്പൊ ഒരു മാസം എത്ര കിട്ടും? അപ്പൊ ആ ഒരു നമ്പർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ചീഫ് സെക്രട്ടറിയെക്കാളും വലിയ ശമ്പളമാണല്ലോ എന്ന് പറഞ്ഞിട്ട് തിരികെ നടക്കണ വഴിക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇതുപോലെ വല്ലതും ചെയ്തുകൂടെ? അപ്പൊ ഗൗരിയമ്മ അദ്ദേഹത്തിനോട് പറഞ്ഞു, വിജയരാമനും നമ്പ്യാരും എല്ലാം കൂടെ ഒരു സ്റ്റഡി എല്ലാം ചെയ്തൊരു ഫയലുണ്ട്, അത് CM-ന്റെ ടേബിളിൽ എത്തിക്കാനും, അത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് പറയുന്നു. അതൊരു പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആലോചിക്കാനുള്ളത്, ഈ ഫൗണ്ടേഷൻ സ്റ്റോൺ അന്നത്തെ നയനാർ ഗവൺമെന്റ് അവസാനത്തെ ചടങ്ങാണ്. അന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ നമ്പ്യാരും വിജയരാഘവനും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ ഞങ്ങൾ അമേരിക്കയിൽ പോയില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി വരില്ലായിരുന്നു എന്ന് പറയുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത്, അത് ഒരു ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റ് ലീഡറിന് ഐ ലേൺ സംതിങ് ഫ്രം അമേരിക്ക എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു വിഷമവും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സപ്പോർട്ട് മെക്കാനിസം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, വളരെ ഒരു ടച്ചിങ് ആയിട്ട്, ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ശ്രീ കെ കരുണാകരൻ ഇൻഫാക്ട് കൊച്ചിൻ എയർപോർട്ട് ബിഗസ്റ്റ് സപ്പോർട്ടേഴ്സ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം വിച്ച് ചെയ്തു. പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ ഈ ബിൽഡിംഗ് അപ്രൂവലിന് ഞാൻ പറഞ്ഞു, ഇതിപ്പോ ഒരു ബിൽഡിംഗ് അപ്രൂവലോ അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് മാസങ്ങളാണ് എടുക്കുന്നത്, അത് ശരിയാവില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ വേണ്ടെന്ന് പറഞ്ഞു. അന്ന് ശ്രീ KM ചന്ദ്രശേഖറാണ് ഇൻഡസ്ട്രി സെക്രട്ടറി. കുഞ്ഞാലിക്കുട്ടിയും KM ചന്ദ്രശേഖർ ഞാനും കൂടെ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന അപ്രൂവൽസ് വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, നോട്ട്. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, പ്രത്യേകം നോട്ട് ചെയ്യണം, കാരണം അല്ലെങ്കിൽ ഇത് സ്റ്റക്ക് ആവും. പ്രത്യേകം ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചവരെല്ലാരും വിളിച്ചിട്ട് പറയാ, നിങ്ങൾ എല്ലാരും ഈ ഫയൽ സ്റ്റഡി, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ഇല്ലയോ, ഓരോരുത്തരോടും ചോദിച്ചു വന്നിട്ട്, അപ്പൊ അത് അപ്രൂവ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എത്ര ഡിപ്പാർട്ട്മെന്റ് ക്ലിയറൻസ് ആണ് ഞാനായിട്ട് ഒപ്പിട്ട് ക്ലിയർ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതിന് പറഞ്ഞു, എന്നാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അവർ വന്നപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വരുമാനം പോകും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പ്രൊഫഷണൽ ടാക്സ് കൊടുക്കാം, ബിൽഡിങ്ങിന്റെ ടാക്സ് കൊടുക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അപ്പൊ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അതും അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവരെ നോക്കി ചിരിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വരുമാനം എനിക്കറിയാം, ആ വരുമാനം ഇതിന്റെ അകത്ത് കിട്ടൂല എന്ന് പറഞ്ഞു.
കാരണം കൈക്കൂലിയുടെ ഒരു ഇതാണ്. അപ്പൊ അത് ആ ഒരു ലെവലിൽ, അപ്പൊ അവരുടെ ഒരു ഇത്. പക്ഷെ മനസ്സിൽ വരുന്നത് ആ ഒരു സ്ഥലം അന്ന് വൈദ്യൻകുന്ന് എന്ന് പറയുന്ന ഇന്ന് ടെക്നോ പാർക്കിന്റെ മെയിൻ ഇതിലുള്ള അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ചുറ്റും കുറെ പറങ്കിമാവ് മാത്രം ഉണ്ടായിരുന്നു. അവിടെയാണ് ഇന്നൊരു മാറ്റം വന്നത്. അപ്പൊ അതിലൊരു ഇപ്പോഴും കാണുമ്പോഴത്തേക്ക് യു ഫീൽ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. there is so much change. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറി വന്ന ഗവൺമെന്റുകൾ കുറെ പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. കുറെ ഗവൺമെന്റ് സെക്രട്ടറീസ്, ഞാൻ മാറിക്കഴിഞ്ഞിട്ട് പിന്നെ വന്ന സിഇഒസ്, അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് ഏകദേശം 70,000 പേർക്ക് അവിടെ ജോലി. നമ്മൾ 5,000 പേരാണ് ഉദ്ദേശിച്ചത്. 70,000 പേർക്ക് അതിന്റെ ജോലിയുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഞാൻ ഈ കൊച്ചിൻ എയർപോർട്ടിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് ശ്രീ കുര്യന്റെ ഒരു പ്രസന്റേഷൻ ആണ്. മലയാള മനോരമയുടെ ഒരു ഫംഗ്ഷൻ, അവരുടെ കൊച്ചിൻ പരമ്പരൽ നഗറിലുള്ള ആ ബിൽഡിങ്ങിന് അവിടെ ഒരു ഷെഡും ഒക്കെ കെട്ടിയിട്ട് അവരൊരു കൊച്ചിൻ ഒരു വിഷനോടുകൂടിയുള്ള ഒരു ഇത് പറയും. അന്ന് ഞാൻ ടെക്നോ പാർക്കിനെ പറ്റി പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതാണ് ശ്രീ കുര്യൻ. പക്ഷെ ഈ കൊച്ചിൻ എയർപോർട്ടിന്റെ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഇതാണ്, ദി 1% ക്രെഡിറ്റ് ഫോർ ദാറ്റ് ഇസ് ശ്രീ കുര്യൻ. കാരണം അദ്ദേഹം കുറച്ചു കാലം മാറി നിന്നപ്പോൾ അതിന്റെ ദോഷം ഉണ്ടായിരുന്നു. ഞാനിപ്പോ ട്രിവാൻഡ്രത്തിൽ ഞങ്ങൾ ഈ ചർച്ചകളും ബഹളമൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറയും, സിയാലിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഈ ബിഡും കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് നടന്നു പോയത്. പക്ഷെ the credit for that goes to him. He said there is a team. Very clear. I also had a level member team, and the team is what makes it. But taking the team along, and in his case, government money alla end techno park in mudiyan government money. This he had to raise the money from private sector, which means as a challenge much bigger, a huge infrastructure project. Thank you, sir. Thank you, sir. നമ്മുടെ ഡിസ്കഷൻ ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂമില് 400+ ആൾക്കാർ ലൈവായിട്ട് ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാ ചാനലിൽ ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. നമ്മുടെ പാനലിസ്റ്റുകളോടുള്ള നമ്മുടെ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സ് ഇപ്പോൾ ഓപ്പൺ ആണ്. നിങ്ങൾ ദയവായിട്ട് ഇതിനകത്ത് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണ്ട, നിങ്ങൾക്ക് ഈ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മുടെ അവൈലബിൾ ടൈമിന്റെ നോക്കിയിട്ട് നമ്മൾ നല്ല ക്വസ്റ്റ്യൻസ് എടുക്കുകയും പാനലിസ്റ്റുകൾ അതിനെ ആൻസർ ചെയ്യുകയും ചെയ്യും. സാർ, കുര്യൻ സാറിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പം വിജയരാജൻ സാറ് പറഞ്ഞതുപോലെ ഒരു വിഷനിൽ നിന്ന് തുടങ്ങി അതും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട് ഗവൺമെന്റ് സെക്ടറിലല്ല, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ ഒരു വിഷൻ നടപ്പാക്കിയെടുത്ത സക്സസ് കേസാണ്, കേസ് സ്റ്റഡിയാണ് സിയാല്. അപ്പം സാറിന് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്, സാറ് തന്നെ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ, രസകരമായ കഥകൾ, ഓർമ്മകൾ സാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഒരു മാജിക്കൽ ട്രീ, നമ്മുടെ റൺവേയുടെ സ്ഥലത്ത് നിൽക്കുന്ന ഒരു മരത്തെ പറ്റി ഒരു സാർ ഒരു കഥ പറഞ്ഞ് ഞാനിപ്പോ ഓർക്കുകയാണ്. അപ്പൊ ഇതുപോലെ സാറ് തിരിച്ചു ഓർത്ത് നോക്കുമ്പോൾ ഇൻസ്പയറിംഗ് മൊമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ സാർ? നമ്മുടെ ഈ മാജിക് ട്രീ പോലുള്ള ഒരു ഇൻസ്പയറിംഗ് മൊമെന്റ്സ് സാറിന് ഉണ്ടാവും? ധാരാളം ആനന്ദ് ഫംഗ്ഷൻ ഓർമ്മകളുണ്ട്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടെ ഏതായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. മാജിക്കൽ ട്രീ എന്നൊക്കെ പറയുന്നത് അന്നുണ്ടായ ഒരു പ്രോബ്ലം ആയിരുന്നു. അതായത് എല്ലാം പണിത് കഴിയുമ്പോൾ ഒരു മരം, പിന്നെ ഷെയ്ഡിന് വേണ്ടി നിർത്തിയിരുന്ന മരം, പെട്ടെന്ന് ആൾക്കാരിങ്ങനെ പറഞ്ഞു തുടങ്ങി ഇതിനെന്തോ ഒരു മാജിക്കൽ പവേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ആർക്കും ഇതും വെട്ടിയിടാനായിട്ട് സാധിക്കാത്ത. ആരെങ്കിലും പോയാൽ അതിന്റെ ഈ JCBയുടെ ഒക്കെ ആമെല്ലാം ഒടിഞ്ഞു പോകും, ആൾക്ക് അസുഖം വരും. അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രചരണം നടന്നപ്പം ഇങ്ങനെ ഇതൊരു വിഷയമായിരുന്നു. കാരണം റൺവേക്കും ഏപ്രിലിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് അത് എന്താണെങ്കിലും വെട്ടിയേ തീരും. ഒരു ദിവസം ഞാൻ കണ്ടപ്പം ആൾക്കാർ ഇങ്ങനെ പൂജ ഒക്കെ അതിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പം അന്ന് രാത്രിയിൽ ഒരു മഴ പെയ്തു. അന്നേരം നമ്മൾ ഓർത്തു അത് ഐഡിയൽ ടൈം ടു കട്ട് ഇറ്റ് ഓഫ്. അന്നേരം നമുക്ക് ചിലപ്പം ബോധമില്ലാതെ നല്ല ബോധം ഉണ്ടെങ്കിൽ നമുക്ക് പേടി കൂടും. ബോധമില്ലാത്ത വിധത്തിൽ ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി അത് വെട്ടിയിടുകയാണ് ചെയ്തത്. പിന്നെ അതിന്റെ കാറ്റ് വന്ന് വീണതാന്ന് നമ്മൾ പറയുകയും ചെയ്യും. ഇതൊക്കെ ഒരു പ്രോജക്റ്റ് നടക്കുമ്പോഴുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. അതായത് ആൾക്കാർക്ക് എന്തിനേയും, നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രത്യേകതയാണ്, എന്തും ഒരു കോൺട്രവേഴ്സി വരും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു സംശയം വരും. അന്നേരം ഇതിനൊക്കെ അന്നേരമുള്ള സൊല്യൂഷൻ ആണ് ആ പ്രോജക്റ്റിന്റെ ഒരു വിജയം. കാരണം ഇതിനോടൊപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിവുള്ളതും സിൻസിയറിറ്റി ഉള്ള ഉദ്യോഗസ്ഥന്മാരെ എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു അതിന്റെ ഒരു വലിയ നേട്ടമായിരുന്നത്. ഓർക്കാനാണെങ്കിൽ പല കാര്യങ്ങളുണ്ട്. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓരോ കാര്യങ്ങള് പറയാനായിട്ട് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഈ മാജിക്കൽ ട്രീ പോലെ നമ്മൾ പണം ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടിയത്, ഓരോ സമയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്, എയർപോർട്ട് പണിത് കഴിഞ്ഞിട്ട്
നമ്മള് ഈ എറണാകുളത്തൊരു ഈ അൺലൈക്ക് ട്രിവാൻഡ്രം അല്ലെങ്കിൽ ഈ കോഴിക്കോട് കമ്പയർ ചെയ്യുമ്പോൾ കൊച്ചിക്ക് ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ കൊച്ചിൻ ഇപ്പം ട്രിവാൻഡ്രം എയർപോർട്ട് നോക്കുകയാണെങ്കിൽ ശ്രീ വി ജയരാഘവന്റെയും ഒക്കെ നേതൃത്വത്തിൽ എത്രയോ കമ്മിറ്റഡ് ആണ് അവർക്ക് ആ എയർപോർട്ടിനോട്. അതുപോലെ തന്നെയാണ് കോഴിക്കോട്. കൊച്ചിയിൽ അങ്ങനെ ഒരു വിഷയമില്ല. ആൾക്കാർക്ക് അന്നേരം വേണ്ട വെച്ചാൽ കൊച്ചിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, നമുക്ക് ഉദ്ദേശം 19,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതിനകത്ത് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും കൊച്ചിക്ക് പുറത്തുള്ള ആൾക്കാരാണ്. കൊച്ചിയിൽ ഒരു പ്രശ്നം ഉണ്ടായത് ഈ പുതിയ ഇന്റർനാഷണൽ എയർപോർട്ട് ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡൊമസ്റ്റിക് മാറ്റണമെന്നൊരു തീരുമാനമായിരുന്നു. അന്നേരം ഈ ഡൊമസ്റ്റിക് മാറ്റാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലുകാര്, അവിടെ ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തികളൊക്കെ അതിന് വളരെ എതിർപ്പുണ്ടായിരുന്നു. നമ്മൾ ഇത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗവൺമെന്റിൽ തന്നെ ഒരു നടപടി എടുത്തിരുന്നു. അതായത് നേവി എയർപോർട്ട് ഇത് മാറ്റണം എന്നൊരു കണ്ടീഷനൊക്കെ ഇട്ടിരുന്നു. പക്ഷെ നമ്മൾ കണ്ട ഒരു പ്രോബ്ലം വെച്ചാൽ ഇത് ഒരിക്കലും ചെറിയൊരു അസൗകര്യം പോലും അതിനെ ഉൾക്കൊള്ളാനായിട്ട് ആൾക്കാർക്ക്, പ്രത്യേകിച്ച് കൊച്ചിയിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പ്രവണതയായിരുന്നു. അന്നേരം ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ഒക്കെ നേതൃത്വത്തിൽ ഇതിനെ ഡൊമസ്റ്റിക് അവിടെ റീറ്റെയിൻ ചെയ്യണം ആ നേവി എയർപോർട്ടിൽ, ഇന്റർനാഷണൽ ഈ നെടുമ്പാശ്ശേരിയിലേക്ക്. പിന്നെ അന്നേരം നമ്മൾ ചില കുസൃതികളൊക്കെ കാണിച്ചു. അന്നേരം അവിടുത്തെ എയർപോർട്ടിന്റെ ചാർജ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു അതിന്റെ പിന്നിൽ നിന്നിരുന്നത്. നമ്മൾ ആ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ബലമായിട്ട് മാറ്റി ഗവൺമെന്റിന്റെ പെർമിഷൻ എടുത്തുകൊണ്ട്. പക്ഷേ അവർ പിന്നെയും ഇവിടേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞ് അത് റീഓപ്പൺ ചെയ്യണമെന്നൊരു വലിയ ക്ലാമർ ഉണ്ടായി. ആ സമയത്ത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു ലെറ്റർ എഴുതി അവർക്ക്, ഈ എയർപോർട്ട് തുറക്കിയിട്ട് നിങ്ങളുടെ ആ പഴയ മിഷൻ എല്ലാം ഞങ്ങൾക്ക് വേണമെന്ന്. നമുക്കറിയാം മലയാളികളുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ. അതായത് ശരി, അങ്ങനെയാണ് ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരത് ചെന്നൈയിലേക്കും കോയമ്പത്തൂർക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഗുണമുണ്ടായതെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ആ ഒരു വിഷയം വന്നില്ല. കാരണം അവർക്ക് ഒരിക്കലും പിന്നീട് ഡൊമസ്റ്റിക് ടെർമിനലില് തുറക്കാൻ പറ്റില്ല, കാരണം എക്സ്റേ മെഷീൻസ് ഇല്ലാതെ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എപ്പോഴും പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നു. നമ്മൾ ലാൻഡ് വാങ്ങിക്കാനും, ക്ഷേത്രങ്ങൾ മാറ്റുക, പള്ളികൾ മാറ്റുക, ഇതൊക്കെ ഒരു വലിയ വിഷയങ്ങളായിരുന്നു. പക്ഷെ എല്ലാത്തിനും നമുക്ക് തരണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇത് നമ്മുടെ ഒരു സപ്പോർട്ട് മാത്രമല്ല, ഇതിന്റെ ഒരു ടോട്ടൽ വിഷൻ ആണ് ഫൈനലി കൗണ്ട് ചെയ്യുന്നത്, അല്ലേ സർ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് ആത്യന്തികമായിട്ട് നമ്മൾ എന്താ എയിം ചെയ്തത്, കൊച്ചിയിൽ ഒരു പുതിയ എയർപോർട്ട് വേണം, കൊച്ചി സിറ്റി വളരാനായിട്ട് ഇത് സഹായിച്ചു, ടൂറിസം സെക്ടറിൽ വലിയൊരു ഉണർവുണ്ടാക്കാൻ സാധിച്ചു. പിന്നെ ഇന്നിപ്പം നമ്മളിപ്പം ഡയറക്ട്ലി കണക്റ്റഡ് ടു ലണ്ടൻ ഉണ്ട് ഇപ്പം. പക്ഷെ ഇതൊക്കെ സാധിച്ചാൽ ഈ ഒരു വലിയ എയർപോർട്ട് വന്നതുകൊണ്ട് മാത്രമാണ്. അതിന്റെ പിന്നെ ഒരു ലൊക്കേഷന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ആ ഒരു എയിം എത്താനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് വേണ്ടി വന്നു. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പം ഉദ്ദേശം ഞങ്ങൾക്ക് അവിടെ എയർപോർട്ടിൽ 12,000 പേര് ജോലി ചെയ്യുന്നുണ്ട്. അതായത് എയർപോർട്ടിൽ പ്രിമൈസസ് തന്നെ ഇൻഡയറക്റ്റ് ആണ്, മേ ബി ഒരു 20,000-25,000 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരും ഒരു അധ്വാനത്തിന്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് കൂടുക. അത്രയും പേർക്ക് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇപ്പൊ ഞങ്ങൾ മെയിൻ്റനൻസ് ഹാങ്ങർ, എനിക്ക് തോന്നുന്നു അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഫുൾ സ്കെയിലിൽ മെയിൻ്റനൻസ് ഹാങ്ങർ അവിടെ ഫങ്ഷൻ ചെയ്യാൻ പോവുകയാണ്. എത്രയോ ടൂറിസം സെക്ടറിൽ നമുക്കൊരു ഉണർവുണ്ടാക്കാൻ പറ്റി, സിറ്റിയെ പുറത്തേക്ക് വളർത്താൻ സാധിച്ചു. പിന്നെ വളരെയധികം ഈ പ്രോജക്റ്റ് കൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ 19,000 ഷെയർ ഹോൾഡേഴ്സ് 32 രാജ്യത്തു നിന്ന് വന്നവരാണ്. നമുക്ക് 282% ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റി. അതായത് 100 രൂപ മുടക്കിയ ആൾക്ക് 282 രൂപ നമ്മൾ തിരിച്ചു കൊടുത്തു. അതായത് കേരള ഗവൺമെന്റിന് 32% ഉണ്ടെങ്കിൽ ആ 282% നമുക്ക് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത് ഒരു ഫിനാൻഷ്യലി ഒരു സക്സസ് ആയി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നത്. കാരണം ആൾക്കാർക്ക് എപ്പോഴും പറയും ഏത് പ്രോജക്റ്റും ചെയ്യാം, പക്ഷെ സാമ്പത്തികമായിട്ട് പിന്നോക്കം പോയിരുന്നെങ്കിൽ അതൊരു വലിയ ക്ഷീണമായിരുന്നു. അതുപോലെ തന്നെ ഈ 820 പേരെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒഴിപ്പിച്ചു. അവര് എല്ലാവർക്കും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ കൊച്ചി എയർപോർട്ടിൽ കൂടെ വന്ന് ഒരു പ്രീപെയ്ഡ് ടാക്സ് എടുത്താൽ ബി ഷുവർ ദാറ്റ് അത് വീടോ സ്ഥലമോ പോയ ഒരു വ്യക്തിയാണ് ആ വണ്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഉടമയും. അത്രയും നമ്മുടെ റീഹാബിലിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുക. ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 60,000-70,000 രൂപയ്ക്ക് അവർ ഓട്ടോ കൊണ്ട് തരാം. അത് നമ്മുടെ ഒരു സൊസൈറ്റി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അതൊക്കെ ചെയ്തത്.
നമുക്ക് ഈ പ്രോജക്റ്റ് കൊണ്ട് നാടിനൊരു നന്മയുണ്ടായി, ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു, മറ്റുള്ള സെക്ടറിൽ ഒരു ഉണർവ് കൊടുക്കാനും സാധിച്ചു. താങ്ക് യു സാർ. ഒരു 20,000 NRI ഇത് തന്ന 20,000 ചെക്കിൽ നിന്ന് തുടങ്ങിയ പ്രസ്ഥാനം 285% ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ മോഡൽ കൊണ്ടുവരികയും ചെയ്ത അതൊരു വിഷയം. അപ്പം സാറിന് സിയാലാണെങ്കിലും ടെക്നോ പാർക്ക് ആണെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വിജയരാജൻ സാർ നേരത്തെ പറഞ്ഞു 5,000 ആൾക്കാരുടെ ജോബ് എന്നുള്ള അങ്ങനെ ഒരു ഇത് സ്റ്റാർട്ടപ്പ് എന്ന രീതിയിലാണ് ഇത് രണ്ടും തുടങ്ങുന്നതും അത് കഴിഞ്ഞൊരു ഹ്യൂജ് സക്സസ് ആവുന്നതും. വിജയരാജൻ സാർ സാർ ഇപ്പോ CI, നാസ്കോം തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്ന സ്റ്റാർട്ടപ്പുകളോട് സാർ വളരെ അടുത്ത് പെരുമാറുകയും അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സാർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പം സാറ് നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് വെക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്ന സക്സസ്ഫുൾ മോഡൽ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പിൽ എളിയ രീതിയിൽ തുടങ്ങുകയും എന്നാൽ അതിന്റെ ഒരു വിഷന്റെ പവർ കൊണ്ട് മാത്രം ഒരു മേജർ സക്സസ് ആവുകയും ചെയ്തു. അപ്പൊ സാറിന് നമ്മുടെ അടുത്ത തലമുറയിൽ സ്റ്റാർട്ടപ്സിൽ വരുന്ന ലീഡേഴ്സിനോട് ഒരു വിഷൻ ഉണ്ടാകേണ്ട നീഡിനെ കുറിച്ച് സാറിന് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും സാർ? ഇതില് പ്രത്യേകിച്ചും നമ്മുടെ ചെറുപ്പക്കാർ പലപ്പോഴും യു ആർ നോട്ട് തിങ്കിങ് ബിയോണ്ട് നെക്സ്റ്റ് മീൽ ഓർ ദ നെക്സ്റ്റ് ഡേ. അതിൽ നിന്നൊരു മാറ്റം വരണം. നമ്മൾ പലപ്പോഴും ഇപ്പൊ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് ഡു യു വാണ്ട് ടു ബി 5 years from now or 10 years from now എന്ന് പറയാൻ ആ രീതിയിൽ ആലോചിക്കുന്നില്ല അവര്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ തന്നെ പലരും എനിക്ക് പ്ലസ് ടുവിന് ഏത് ബ്രാഞ്ച് എടുക്കണോ, ഏത് സബ്ജക്ട്സ് എടുക്കണോ എന്നുള്ളത് 8ാം ക്ലാസ് 9ാം ക്ലാസ് ആകുമ്പോൾ പോലും ആലോചിക്കേണ്ടത് അച്ഛനും അമ്മയാണ് ആലോചിക്കുന്നത്. ആ ഒരു പീരീഡ് മാറി. യു ഹാവ് ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് യുവർ ഫ്യൂച്ചർ. നേരത്തെ ശ്രീ വിജയൻ ആ പ്രസന്റേഷനിൽ ചെയ്തതുപോലെ തിങ്ക് ലോങ് ടേം, വാട്ട് ഇസ് ഇറ്റ്, വേർ ഡു യു വാണ്ട് ടു ഗോ എന്നുള്ള രീതിയിലുള്ള ഇത് വന്നു. രണ്ടാമത്തെ ഒരു കാര്യം, പ്രത്യേകിച്ചും സ്റ്റാർട്ടപ്സ്, യങ് എന്റർപ്രണേഴ്സ്, ഒരു പണ്ടത്തെ പോലെ വേറൊരാൾ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ അത് കോപ്പി ചെയ്തിട്ട് അതുപോലെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. പണ്ട് കോട്ടയത്ത് ആരും ഒരാൾ റബ്ബർ ചപ്പൽ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ കോട്ടയംകാർ മുഴുവൻ റബ്ബർ ചപ്പൽ ഉണ്ടാക്കി തുടങ്ങി. മിക്കവാറും എല്ലാവരും തകർന്നു. ഒറിജിനൽ ആയിട്ടുള്ള നല്ല സീരിയസ് ആയിട്ടുള്ളവർ മാത്രം. അപ്പൊ അതല്ല, വാട്ട് എവർ യു ഡു ഒരു എക്സ്പോണൻഷ്യൽ ചേഞ്ച്, അതായത് ഇറ്റ് ഹാസ് ടു ബി 10 times better, 10 times cheaper. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാവ് എൻ ഇമ്പാക്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നത്തെ ഒരു പീരീഡില് നമ്മൾ ഏതൊരു പ്രോജക്റ്റിനെ പറ്റി ആലോചിച്ചാലും അത് തിരുവനന്തപുരത്തിലോ കൊച്ചിയോ മാർക്കറ്റ് ആയിട്ടല്ല ആലോചിക്കേണ്ടത്. യു ഹാവ് ടു തിങ്ക് ഓഫ് ദ വേൾഡ് ആസ് ദ മാർക്കറ്റ്. അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടെങ്കിൽ മാത്രമേ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ്. ഇപ്പൊ ഇതില് വളരെ ഇതായിട്ടുള്ള കാര്യം, ഞങ്ങളിപ്പോ ഇതായ സമയത്ത്, തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേർക്ക് എഴുതുമായിരുന്നു, ലെറ്റേഴ്സ് എഴുതുമായിരുന്നു. വന്ന് തുടങ്ങണം. അപ്പൊ രത്തൻ ടാറ്റയ്ക്ക് എല്ലാവർക്കും എഴുതിയിട്ടുണ്ട് ലെറ്റർ. പലരും മറുപടിയും വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. പക്ഷെ ആ ഒരു ഇതില് ഇത് നടക്കില്ല എന്നുള്ളൊരു തോട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നോ ഹാം ഇൻ നോക്കിംഗ് അറ്റ് എനി ഡോർ. അങ്ങനെ ഒരു ഇതിൽ ചെയ്യും. പക്ഷെ നേരത്തെ ഇപ്പൊ യു ആർ ടെല്ലിങ് ഒരു സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ടെക്നോ പാർക്ക് ബിൽഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ പല കമ്പനീസും ഹെൽപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണോ സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്, അതോ നിഷ് പോലത്തെ കേൾവിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ആ സ്ഥാപനമാണോ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് പലരും ചോദിച്ചു വരുന്നത്. അപ്പൊ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, ടെക്നോ പാർക്ക് വിട്ടിട്ട് തുടങ്ങാൻ സഹായിച്ച ഒരു കമ്പനിക്ക് ഇന്ന് 20,000 ജീവനക്കാരുണ്ടെന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട്. പക്ഷേ നിഷിൽ പോകുമ്പോൾ, ഞാൻ ഇപ്പൊ നിഷുമായിട്ട് ഇൻവോൾവ് അല്ല, 3 വർഷമായിട്ടല്ല, പക്ഷെ ആ പീരീഡിൽ നിഷിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് അവിടെ വരുന്ന ഒരു അമ്മ കാണുമ്പോഴത്തേക്ക് ഓടി വന്ന്, സാറേ ഇന്ന് കുഞ്ഞ് അമ്മ എന്ന് വിളിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിലുള്ള ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും ചെറുപ്പക്കാരോടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, യു ഓ എ ലോട്ട് ടു സൊസൈറ്റി. നിങ്ങളെല്ലാരും ഇപ്പൊ ചിലർ പറയും ഞാൻ CBSE സ്കൂളിലാന്ന് പറയും. നിങ്ങൾ CBSE സ്കൂളിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, 20% ഇന്ത്യയിൽ 20% കൂടുതൽ ആൾക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം, അതായത് ഡിഗ്രിക്ക് പോലും പോകാൻ ഉള്ള അവസരം കിട്ടുന്നില്ല. അപ്പൊ നമ്മളെല്ലാരും ആ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്ക് 80% ഇതിന് അവസരം കിട്ടാത്ത ആൾക്കാർ നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് സബ്സിഡൈസ് ചെയ്താണ്. അവരെ എണ്ണ വാങ്ങുമ്പോഴോ സോപ്പ് വാങ്ങുമ്പോഴോ ചീപ്പ് വാങ്ങുമ്പോഴോ കൊടുക്കുന്ന ടാക്സ് ആണ് നമുക്ക് ഈ ഒരു. അപ്പൊ വി ഓ ഇറ്റ് ബാക്ക് ടു സൊസൈറ്റി. അപ്പൊ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം. മറ്റൊരു കാര്യം ഞാൻ പറയാറുള്ളത്, there are 2 groups of people whom you can never repay for what they have done. ഒന്ന് പേരൻസ്, രണ്ടാമത്തെ അധ്യാപകര്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോ ഈ പലരും പേരൻസിനോടും അധ്യാപകരോടും കണക്ക് പറയുന്ന ഒരു
ഞാൻ ഫീസ് കൊടുത്തല്ലേ പഠിച്ചത്, പിന്നെന്താ കുഴപ്പം? അല്ലെങ്കിൽ അപ്പൊ അതിലൊരു മാറ്റം വരണം. കാരണം ആ ടീച്ചേഴ്സിനോടുള്ള കടപ്പാട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഇന്നും എന്നെ ഇമ്പാക്ട് ചെയ്ത ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെയുള്ള ആ അധ്യാപകർ ഞാൻ ഇന്നും പല ദിവസങ്ങളിലും വിളിക്കും, സംസാരിക്കും. കാരണം ബിക്കോസ് ദേ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു വാട്ട് ഐ ആം. അതുപോലെ തന്നെയാണ് നമ്മുടെ പേരൻസ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം അൺലെസ് യു ക്യാൻ ലുക്ക്, ഇപ്പോൾ ഞാൻ ഈ കമ്പനീസിലെ ഫ്രഷ് എഞ്ചിനീയേഴ്സിനൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അൺലെസ് യു ആർ എ ഗുഡ് person who can look after his family, you can never be a good employee of a company. But that is something which we need to be very, very clear about. Thank you, sir. Sir, നമ്മളെ വിജയൻ സാർ ഫസ്റ്റ് പ്രസന്റേഷനിൽ പറഞ്ഞു ഒരു വിഷൻ അത് മീനിങ് ആകുന്നത് വിഷനായിട്ട് നിൽക്കുമ്പോഴല്ല, ലീഡറിന്റെ നിൽക്കുമ്പോഴല്ല, അത് അവിടെ നിന്ന് ടീമിലേക്ക് എത്തുകയും അത് ടീമിന്റെ തന്നെ ഒരു കളക്റ്റീവ് വിഷനായി മാറുകയും ചെയ്യുമ്പോഴാണ് വിഷൻ അതിന്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത്. സാർ കുര്യൻ സാർ എയർപോർട്ട് പോലൊരു ഇറ്റ് വാസ് എ ഹ്യൂജ് വിഷൻ. അത് സാറിന് അതും സാർ ഹാൻഡിൽ ചെയ്തതും അത്രയും ഡൈവേഴ്സ് ആയിട്ടൊരു ടീമാണ്. സാർ യു ഹാവ് ടു റൈസ് ദ ഫണ്ട്. നമ്മുടെ സർക്കാർ ഫണ്ടില്ലായിരുന്നു. സാർ ലോകം മുഴുവൻ ട്രാവൽ ചെയ്യുകയും ഫണ്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ആ ഒരു സിംഗിൾ വിഷൻ, കൊച്ചിക്ക് ഒരു പുതിയ എയർപോർട്ട് എന്നൊരു സിംഗിൾ വിഷൻ ഒരു ടീമിന്റെ കളക്റ്റീവ് വിഷനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെങ്ങനെയാണ് സാർ? എനിക്ക് തോന്നുന്നത് ആ ഒരു ബേസിക് കമ്മിറ്റ്മെന്റ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതാണ് അതിന്റെ ഒരു പ്രധാന ഭാഗം. എനിക്ക് എത്ര അവരെ പെപ്പപ്പ് ചെയ്യാൻ പറ്റുമോ അതായിരുന്നു എന്റെ മിടുക്ക്. ബേസിക്കലി ദേ വർ ഓൾ എക്സ്ട്രീംലി കമ്മിറ്റഡ്. ഇത് ചെയ്യണം. എല്ലാവർക്കും അറിയായിരുന്നു ഇത് ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഞങ്ങൾ ഈ കേസുകളെല്ലാം, എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു ഉദ്ദേശം ഒരു 2600 കേസുകൾ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മുനിസിപ്പൽ കോടതി തൊട്ടിട്ട് സുപ്രീം കോർട്ട് വരെ. പലപ്പോഴും ഒരിക്കലും നമ്മൾ ലാൻഡ് അക്വിസിഷൻ എല്ലാം എയർപോർട്ടിൽ റൺവേ പണിയുന്ന സമയത്താണ് ഹൈക്കോടതി അത് കംപ്ലീറ്റ്ലി കോഷ് ചെയ്ത്. അന്നും നമ്മുടെ ആ കൂട്ടത്തിലുണ്ടായിരിക്കുന്ന ആൾക്കാരുടെ അവരുടെ മുറയിൽ പിടിച്ചു നിർത്തുക എന്നുള്ളൊരു വലിയ ഫാക്ടറായിരുന്നു. അന്നേരം എന്നോട് ചോദിച്ചു, സാർ ഇത് നടക്കുമോ? ഞാൻ പറഞ്ഞു നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അന്ത്യമാണല്ലോ. അന്നേരം പക്ഷേ നമുക്കുള്ള ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ഒരു സഹകരണമാണ്, അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഇങ്ങനെ ഇത്രയും ചില സമയങ്ങളിലൊക്കെ നമ്മൾ അവിടെ സാലറി കൊടുക്കാൻ പോലും 2-3 മാസം കഴിഞ്ഞിട്ടാണ് പലപ്പോഴും സാലറി ഒക്കെ കൊടുത്തിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു 97, 98 സമയത്തൊക്കെ. പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് എന്റെ വകയാണോ അതോ അവരുടെ കെയിം ഫ്രം ദം എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും ഒന്നിച്ച് അധ്വാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ കമ്മിറ്റ്മെന്റ് ആ മുറയിൽ എല്ലാവർക്കും വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമുക്ക് ആ പൊളിറ്റിക്കൽ, ഇപ്പം ഈ എയർപോർട്ടിന്റെ സമയത്ത് ഞാൻ 3 മുഖ്യമന്ത്രിമാരുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുന്നു. ആദ്യം കരുണാകരൻ സാറായിരുന്നു, അതിനുശേഷം A.K. സാറ്, അതിനുശേഷം നയനാർ സാറിന്റെ സമയത്താണ് ഇത് കമ്മീഷൻ ചെയ്തത്. അന്നേരം ഓരോ സമയത്തും നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള ലീഡേഴ്സിനെ പോയി കൺവിൻസ് ചെയ്യണം, ഇത് വയബിൾ ആണ്, ഇത് നടക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ മുറയിൽ പോകാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. അതൊരു വലിയ ചലഞ്ചായിരുന്നു. പക്ഷെ somehow we have been lucky, we could carry them along. ഓക്കെ സാർ, താങ്ക് യു. സാർ വിജയൻ സാർ നേരത്തെ പറഞ്ഞു സാറിന്റെ ടെക്നോ പാർക്ക് ഹൃദയത്തോടടുത്ത് നിൽക്കുന്ന സമയത്തും സാറിന്റെ നിഷ് അവിടെ അങ്ങനെയുള്ള വർക്കിൽ സാർ കിട്ടുന്ന ഒരു സന്തോഷത്തെ കുറിച്ച് സാർ പറഞ്ഞു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് സാർ, സാറിന് ടെക്നോളജി പോലെ തന്നെ സാറിന് വളരെ പ്രിയപ്പെട്ട സബ്ജക്റ്റാണ് വൈൽഡ് ലൈഫും കാടും എന്നൊക്കെ പറയുന്നത്. ഇതൊരു അസാധാരണമായ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ബാലൻസ് ആണ്. അപ്പം എനിക്ക് സാറിൽ നിന്ന് അറിയാൻ ഉള്ള എനിക്കാണ് പ്രോബ്ലി നമ്മുടെ ലിസണേഴ്സിനും താല്പര്യം ഉണ്ടാകുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പൊ ഡെവലപ്മെന്റിന്റെ പ്രഷർ ഏറ്റവും കോൺസ്റ്റന്റ് ആയിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇക്കോളജിയും വൈൽഡ് ലൈഫും എന്ന് പറയുന്ന സെക്ടറിൽ. അപ്പം അവിടെ അതിനെക്കുറിച്ചൊരു ബാലൻസ്ഡ് ആയിട്ട് ഒരു വിഷൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി സാറാണ്. സാറിന് എന്താണ് ഇതിന്റെ ഒരു ബാലൻസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ എന്താണ്? ഇപ്പൊ ടെക്നോ പാർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് പരിസ്ഥിതി ഇങ്ങനെ ഇത്ര ആൾക്കാരിലും കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് ആദ്യം എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ വി വിൽ പുട്ട് മോർ ട്രീസ് ദാൻ വി വിൽ കട്ട്. അപ്പൊ ശരിക്കും ഇന്ന് ടെക്നോ പാർക്കിൽ കാണുന്ന നമ്മൾ ആ മുകളിലോട്ട് കയറി പോകുന്ന ആ മരങ്ങളെല്ലാം ഞങ്ങൾ അന്ന് വെച്ച് പിടിപ്പിച്ചു. അത് അന്ന് കൊണ്ടുവന്ന് 6 അടി 7 അടി ഹൈറ്റുള്ള മരങ്ങൾ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കായിരുന്നു കുറെ മരം. പക്ഷെ ഞങ്ങൾ വെട്ടിയ മരങ്ങൾ മിക്കവാറും എല്ലാം ഈ കശുമാവ് ഒക്കെയാണ്.
പക്ഷെ ഇവിടെ ആ ഒരു എന്നിട്ട് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ചെയ്തു. ഒരു കേരളത്തിലൊരു ഒരു ടെക്നോ പാർക്ക് തുടങ്ങുമ്പോൾ അതിന് എന്തോ ഇറ്റ് ഹാസ് ടു ബി ദ ബെസ്റ്റ്, പക്ഷെ യു കാൻ സേ ടെക്നോളജി വൈസ് യു കാൻ സേ എനിത്തിങ് എൽസ്. അപ്പൊ ഞങ്ങൾ ശരിക്കും അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടാഗ് ലൈൻ ദ വേൾഡ്സ് ഗ്രീനസ്റ്റ് ടെക്നോപോളിസ് എന്നുള്ളതാണ്. അതായത് ദാറ്റ് വാസ് സംതിങ് വിച്ച് വാസ് പിക്കിംഗ് അപ്പ് അറ്റ് ദാറ്റ്. അപ്പൊ അങ്ങനെയാണ് ഒരു ഇത് വന്നത്. അപ്പൊ പക്ഷെ അതേ സമയത്ത് നിലം നികത്തും ഞാൻ നികത്തിയിട്ടുണ്ട്. ഒരു 10-100 ഏക്കർ സ്ഥലം ഞാൻ തന്നെ ഞാൻ നികത്തിയിട്ടുണ്ട്. കാരണം പക്ഷെ എനിക്ക് അതിലൊരു വാസ് ഇറ്റ് റൈറ്റ്? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് റോങ്, ബിക്കോസ് ഇന്ന് ഇത് 10,000-50,000 പേർക്കോട് ജോലിയുണ്ട്. പക്ഷേ അതേ സമയത്ത് ഞാൻ ക്ലിയർ ആണ്, ആസ് ടൈം ഗോസ് ബൈ ട്രിവാൻഡ്രം സിറ്റിയിൽ നെൽവയലുകൾ പ്രാക്ടിക്കൽ അല്ല. പക്ഷെ നിലം നികത്തിയുള്ള മേജർ പ്രോജക്ട്സ് വി ഹാവ് ടു ബി കെയർഫുൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലേക്കുകളും റിവേഴ്സും ഒക്കെ ഞാൻ വളരെ ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ that balance between nature and this thing has to be in favor of nature rather than for development. പക്ഷെ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഫോറസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട്. ഫോറസ്റ്റിൽ എപ്പോഴും ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് അവർ ഏറ്റവും കൂടുതൽ പലരും പറയുന്ന ഒരു ഇഷ്യൂ. ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ആന കയറി. പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ള സ്ഥലമൊന്നും മിക്കവാറും ഈ സ്ഥലങ്ങൾ മുഴുവനും പണ്ട് ആന പൊക്കോണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ കൊണ്ട് കൃഷി ചെയ്ത് 2 വർഷം കഴിയുമ്പോൾ ആന വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ നേരത്തെ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഫോറസ്റ്റിനെ കുറെ നോക്കുന്നതിന്റെ കൂട്ടത്തില് വയനാടും ഇവിടെ എല്ലാം പോകുമ്പോഴത്തേക്ക് അവിടെ താമസിക്കുന്ന ഒരു ആദിവാസിയുടെ വീട്ടിൽ തലേന്ന് വന്ന് ഒരു ആന വന്ന് അവരുടെ അടയ്ക്കാമരവും വാഴയെല്ലാം നശിപ്പിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി പരാതിയില്ല. ഒരു കുട്ടി അവിടെ ഇരുന്ന് വിറച്ചിരിക്കുക, കാരണം ഇന്നലെ ആന വന്നിട്ട് പോയതുള്ളൂ. അവിടെ അവരുടെ മുറ്റത്ത് ഇതുണ്ട്. അവര് പറയുന്നു വന്നു നശിപ്പിച്ചു പോയി എന്ന് പറയുന്നല്ലാതെ, നേരെ മറിച്ച് അവിടുത്തെ ആളല്ലാത്ത ഒരാൾ അവിടെ നിന്ന് സെറ്റിൽ ചെയ്ത് വന്ന ഒരാള് അതിൽ നിന്നും കുറെ ദൂരമുള്ള അയാൾ പറയുമ്പോഴത്തേ അയാൾ പറയുന്നത് കണ്ടോ നശിപ്പിച്ചു, അപ്പൊ അവർക്ക് കോമ്പൻസേഷൻ വേണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഫർ സോണുകളിൽ നമ്മൾ ആദിവാസികളെ തന്നെ താമസിപ്പിക്കുകയാണ്. ഓക്കെ, അവർക്ക് തന്നെ നമ്മൾ അവിടെ സ്ഥലം എടുത്ത് വേണ്ടി വന്ന ഗവൺമെന്റ് അക്വയർ ചെയ്ത് അവർക്ക് അവിടെ സ്ഥലം കൊടുത്ത് അവരും കാടും വന്യമൃഗങ്ങളുമായിട്ട് അവർ ജീവിക്കാൻ സാധിക്കും. ഒന്ന്. രണ്ടാമത് ഇവര് ഈ കാട്ടിന്റെ അകത്തുള്ള സ്ഥലങ്ങളിൽ ഇങ്ങോട്ട് മാറുമ്പോൾ അവിടെ കുറെ നമ്മൾ അതില് ഈ വയലുകൾ പോലെ സ്ഥലങ്ങളുണ്ട് കാട്ടിന്റെ അകത്ത്. അവിടെയൊക്കെ കുറെ കൂടെ വെജിറ്റേഷൻ വരികയാണെങ്കിൽ മാനും മറ്റും കുറെ കൂടെ വരും. ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കുറെ കുറയും ചെയ്യും. അതൊരു കാര്യമുള്ള. മറ്റൊരു കാര്യം എനിക്ക് കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പ് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ചെയ്തൊരു കാര്യമാണ്, ഈ ആദിവാസി ഗ്രൂപ്പുകളിൽപ്പെട്ട ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും അങ്ങനെയുള്ള ആൾക്കാരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ലാർജ് നമ്പേഴ്സ് നമ്മൾ റിക്രൂട്ട് ചെയ്യണം. ബിക്കോസ് ദേ ലവ് ദ ഫോറസ്റ്റ്. അത് അവരുടെ സ്ഥലമാണ്. പക്ഷെ അവർക്ക് നല്ല ജോലികൾ നമ്മൾ കൊടുക്കുന്നു. നമുക്ക് പറ്റുന്ന തിരുവനന്തപുരം സിറ്റിയില് ഇവിടുത്തെ ഒരു സ്കൂളിൽ പഠിച്ച ഒരാള് ഏതെങ്കിലും ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കിട്ടി, ഫോറസ്റ്റിൽ ജോലി കിട്ടുന്നു, അയാൾ അവിടെ പോകുന്നു. അയാൾ ചെല്ലുന്നതിന്റെ അന്ന് മുതൽ അയാൾ ചെയ്യുന്ന PSCക്ക് പ്രിപ്പയർ ചെയ്യുക, അടുത്തൊരു പോസ്റ്റ് വേറെ എവിടെയെങ്കിലും മാറാം. അപ്പൊ അയാൾ ഒന്ന് സെറ്റിലായി വരുമ്പോഴത്തേക്ക് അയാൾ അവിടെ നിന്ന് മാറി തിരുവനന്തപുരത്ത് അവിടെ ഒരു തരക്കേടില്ലാത്തൊരു പോസ്റ്റ് ഉള്ള ഒരാൾ തിരുവനന്തപുരത്തേക്ക് പ്യൂൺ കിട്ടിയാലും കുഴപ്പമില്ല, നാട്ടിലാണ് പോവാന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും അതിലുള്ള ചില പോളിസി ചേഞ്ചസ് നമുക്ക് വരുത്തണം. പക്ഷെ ഡെഫിനറ്റ്ലി ഡെവലപ്മെന്റ് കനോട്ട് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് ദി എൻവയറൺമെന്റ്. പക്ഷെ അതിന് വി ഹാവ് ടു ലുക്ക്. ഇപ്പൊ നമ്മൾ പലപ്പോഴും നദിയിൽ നിന്ന് മണലെടുക്കുന്നതിനെ പറ്റി പറയുന്നത്, അത് കൺട്രോൾഡ് ആയി. നമ്മുടെ പ്രോബ്ലം നമ്മൾ പലപ്പോഴും ഒന്നുകിൽ പണ്ട് പറയുന്നത് ഒന്നിൽ ആശാന്റെ നെഞ്ചത്തെല്ലാം കളരിക്ക് പുറത്തെന്ന് പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അങ്ങ് ചെയ്യുമ്പോൾ ശരിക്കും അങ്ങ് വാരിക്കൊണ്ടുപോകും. അതൊരു കാര്യമുള്ള ഡോക്ടർ ഐസക് കുറച്ച് അദ്ദേഹത്തിന് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്, നമ്മുടെ ഡാമുകളിലുള്ള മണൽ വാരാം. അത് പക്ഷെ മെക്കനൈസ്ഡ് ആയിട്ട് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡൺ പ്രോപ്പർലി. മണലിന്റെ അപ്പം യു ഹാവ് ടു തിങ്ക് ഡിഫറെന്റ്ലി ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് ഔട്ട്. ഫോറസ്റ്റ് ആയിരുന്നാലും ഇവിടെ ആയിരുന്നാലും. ഇപ്പൊ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ നല്ല ടൈഗർ ഡെൻസിറ്റി ഉള്ള സ്ഥലം കേരളമാണ്. അപ്പൊ ആ രീതിയിൽ ആ ഫോറസ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. കാരണം അടുത്തതിന്റെ ജനറേഷനുകളെല്ലാം അവർക്ക് അത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ബട്ട് ടേക്ക് കെയർ ഓഫ് തിങ്സ് ഇൻ എ പ്രോപ്പർ മാനർ എന്നുള്ളതാണ്. തിങ്കിങ് ഡിഫറെന്റ്ലി എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ കുര്യൻ സാറിലേക്ക് പോവുകയാണെങ്കിൽ സാറിന്റെ പേര് സ്വാഭാവികമായിട്ടും ചേർത്ത് വെക്കുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ സാറിന്റെ കരിയറിൽ സാർ ഇതുപോലെ ക്രിയാത്മകമായിട്ട് ഇടപെട്ട ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാർ ഔഷധിയിലാണെങ്കിലും
ചിലപ്പോൾ സാർ ആലപ്പുഴയിൽ ചാർജ് എടുക്കുമ്പോൾ ഐ തിങ്ക് യു ആർ ദ യങ്ങസ്റ്റ് കളക്ടർ അല്ലേ സാർ, ആദ്യത്തെ ഫസ്റ്റ് പോസ്റ്റിംഗ് ആലപ്പുഴയിൽ വരുമ്പോൾ. അപ്പം അവിടെയൊക്കെയും സാറ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഔട്ട് ഓഫ് ബോക്സ് ഡിസിഷൻസ് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സാർ. ഫോർ എക്സാമ്പിൾ ആലപ്പുഴയിലെ ഒരു പാർക്കിന്റെ കേസിലൊക്കെ സാർ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അപ്പം സാറിന് അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ സാറിനെ ലേറ്റർ ഓൺ എയർപോർട്ട് പോലൊരു ഗ്രാൻഡ് വിഷൻ നടപ്പാക്കാനായിട്ട് സാറിനെ സഹായിച്ചിട്ടുണ്ട് സാർ? തീർച്ചയായിട്ടും. ആലപ്പുഴ കളക്ടറായിരുന്നു എനിക്കൊന്ന് 6.25 കൊല്ലം സർവീസ് ഉള്ളപ്പോഴാണ് അവിടെ കളക്ടറായിട്ട് പോയത്. അന്ന് പ്രഗത്ഭരായ ഗൗരിയമ്മ മാഡവും PS ശ്രീനിവാസൻ സാറ് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. തീർച്ചയായിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയും നമ്മളിങ്ങനെ അവിടെ ഒരു പാർക്കിന്റെ അഭാവം നമുക്ക് കണ്ടു. അന്നേരം അവിടെ ഒരു കുറച്ച് സ്ഥലം കിടന്നിരുന്നു ബീച്ചിന്റെ അടുത്ത്. അന്നേരം അവിടെയുള്ള ആൾക്കാർ കുറെ പേര് അനധികൃതമായി താമസിച്ചിരുന്നു. അവരെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്തു. ഒരു പക്ഷേ പിന്നീട് കൊച്ചി എയർപോർട്ടിൽ വന്ന പല കാര്യങ്ങൾ ചെയ്തതിന്റെ തുടക്കം ആലപ്പുഴയിലെ ആ പാർക്കായിരുന്നു. അതിനുശേഷം നമ്മൾ അന്ന് എനിക്ക് ഗവൺമെന്റ് സർവീസിലുള്ളവർക്ക് അറിയാം, അന്ന് SCA to SCP അതായത് സ്പെഷ്യൽ കമ്പണന്റ് പ്ലാനിന് കളക്ടർക്ക് ഒരു പ്രത്യേക ഫണ്ടാണ് 10%. അത് വെച്ചിട്ട് നമ്മൾ അവിടെ മതിൽ പണിതത്, അവിടുത്തെ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തത് ആ പൈസ വെച്ചിട്ടായിരുന്നു. കുളം കുത്തിയത് മറ്റേ ഫിഷ് ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ പണം ഉപയോഗിച്ചിട്ട് അവിടെ ഒരു ഫിഷ് ഫാം ഉണ്ടാക്കി. ആ മണ്ണെടുത്തിട്ടാണ് മറ്റേ ഭാഗം നികത്തിയത്. അന്നേരം ഏറ്റവും ഇക്കണോമിക്കലായിട്ടുള്ള തരത്തിലൊരു പരിപാടിയാണ് ആദ്യം ലെവൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നീട് നമ്മൾ ചെയ്തത് ഓരോ എക്യുപ്മെന്റും അന്നത്തെ ആൾക്കാരിൽ നിന്ന് അവിടെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിന്നിരുന്ന ആൾക്കാരെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചു. അതായത് ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ പോപ്പിക്കൊടെ എന്നൊക്കെ ജോൺസ് കൊടെ എന്നൊക്കെ പറയുന്നതിന്റെ പ്രിഡിസസർ ആയിരുന്ന സെന്റ് ജോർജ് കൊടയക്കാർ അവർ ആലപ്പുഴക്കാരായിരുന്നു. അവരിൽ നിന്നായിരുന്നു നമ്മൾ ആ മേജർ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള എക്യുപ്മെന്റ്സുകൾ വാങ്ങിച്ചത്. ശ്രീ രവി കരുണാകർ എന്ന് പറയുന്ന ഒരു വലിയ കൊയറിന്റെ സെക്ടറിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് കാലത്ത് അതായത് 1990 ഒരു ടോയ് ട്രെയിന് സ്പോൺസർ ചെയ്തു. അതിന് 2 ലക്ഷം രൂപയായിരുന്നു. അന്നത്തെ മേ ബി ഇന്ന് ഒരു പക്ഷേ ഒരു 50 ലക്ഷം രൂപയുടെ എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഇങ്ങനെ പലരുടെയും നിന്ന് പണം വാങ്ങിച്ചാണ് അത് ചെയ്തത്. അങ്ങനെയാണ് ആ ബീച്ച് പാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോഴും നന്നായി നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം 30 വർഷമായി അത് കുഴപ്പമില്ലാതെ നടക്കുന്നു. അന്നേരം നമുക്കിങ്ങനെ പൊതുജനത്തിൽ നിന്ന് പണം വാങ്ങിച്ച് ഇങ്ങനത്തെ സംഗതികൾ ചെയ്യാമെന്ന് എന്നെ പഠിപ്പിച്ചത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അനുഭവമാണ്. അതായത് ആൾക്കാർ സഹകരിക്കും എന്നുള്ള ഒരു വലിയൊരു ലെസൺ ഞാൻ അവിടുന്ന് പഠിച്ചു. കമ്പാരിറ്റീവ്ലി വളരെ ജൂനിയർ ആയിരുന്ന എനിക്ക് അവിടുന്ന് ഉണ്ടായൊരു സപ്പോർട്ട് വളരെ ഇതായിരുന്നു. അതിനു മുമ്പ് ഞാൻ ഔഷധിയുടെ മാനേജിങ് ഡയറക്ടർ ആയിരുന്നു. എനിക്ക് 4 വർഷം സർവീസ് ഉള്ളപ്പം ആ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറായിട്ട് പോകാൻ ഉള്ള ഭാഗ്യം കിട്ടി. കാരണം അത് വളരെ നഷ്ടത്തിൽ നടന്നിരുന്ന ഒരു കമ്പനിയായിരുന്നു. അന്നേരം എനിക്ക് കിട്ടിയ മാൻഡേറ്റ് ഒന്നെങ്കിൽ നന്നാക്കുക അല്ലെങ്കിൽ അത് പൂട്ടുക. പക്ഷെ സംഭവം ഞാൻ കുറെ ആയുർവേദം പഠിച്ചു. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു എനിക്ക് കിട്ടിയ ഒരു മുതൽക്കൂട്ടായിട്ട് തോന്നിയത്. പക്ഷെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആ ഹീറ്റ് ലോസിനെ നമ്മൾ കമ്പയർ ചെയ്യുക, അതിട്ട് മെക്കനൈസ് ചെയ്ത് ഇന്ന് എനിക്കൊന്ന് വളരെ ലാഭമായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ആണിപ്പോൾ അത് നടക്കുന്നത്. അന്നേരം അവിടെയൊക്കെ നമ്മൾ നോക്കി എന്താണ് അതിന്റെ പ്രശ്നം. അതായത് അവിടെ ഉണ്ടായിരുന്ന ഇപ്പൊ ഒരു ലേഹ്യം ഉണ്ടാക്കുമ്പോൾ ഉച്ചയാകുമ്പോൾ അവര് അത് തീ അണച്ച് ഭക്ഷണം കഴിക്കാൻ പോകും. ഞാൻ പറഞ്ഞ ഒരേ ഒരു സജഷൻ ആയിരുന്നു, നമുക്ക് 2 ആയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുക, അതിന് എക്സ്ട്രാ പൈസ കൊടുക്കാൻ പോകും. അന്നേരം ആ ഹീറ്റ് ലോസ് ഇല്ലാതെ പെട്ടെന്ന് പ്രൊഡക്ഷൻ കൂടി, ഒരു 25% പ്രൊഡക്ഷൻ കൂടി. അതിനുശേഷം നമ്മൾ അതിനെ മെക്കനൈസ് ചെയ്തു. പിന്നെ നമ്മൾ ലീക്കോയൊക്കെ കൊണ്ടുവന്ന്, അതായത് കംപ്ലീറ്റ്ലി ബോയിലറൊക്കെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും. എനിക്കും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആയുർവേദം എന്താണെന്നും ഒക്കെ പഠിക്കാനായിട്ടുള്ള ഒരു അവസരം. അന്നേരം ഓരോ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. അതിൻ്റെ അകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ലക്ക് ഉണ്ടായിരുന്നു. വെച്ചാൽ ഓരോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ഥലത്ത് പോയെങ്കിലും എന്നും ലക്ക് എൻ്റെ കൂട്ടത്തിലായിരുന്നു. അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹമോ എന്താന്ന് പറഞ്ഞാൽ ആ ഒരു ലക്ക് എപ്പോഴും എനിക്കുണ്ടായിരുന്നു. നമ്മളത് പഠിക്കാനുള്ള ഒരു സിൻസിയറിറ്റി കാണിച്ചു. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ശരിയായി വരികയും ചെയ്തു. ആ ഒരു ലക്ക് എനിക്കുണ്ടായിരുന്നു. താങ്ക് യു സാർ. നിങ്ങൾ രണ്ടുപേരുടെയും വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കരിയർ എക്സ്പീരിയൻസിലൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡിസ്കഷൻ പോവാണ്. പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നീങ്ങാം എന്ന് തോന്നുന്നു. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആങ്കർ ചെയ്യാനായിട്ട് മിഷൻ ബെറ്റർ ടുമോറോയുടെ CEO
സേഫിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു സേഫ്. താങ്ക് യു ആനന്ദ്, താങ്ക് യു സോ മച്ച്. നയിക്കുക ദീർഘവീക്ഷണത്തോടെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ വളരെ മനോഹരമായ ദീർഘവീക്ഷണത്തോടെ കേരളത്തെ വികസനത്തിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിച്ച രണ്ട് മഹാരഥന്മാർ അവരുടെ ജീവിതയാത്രകൾ അങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് പോസ് ഉള്ളത്. നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി മൂലം നമുക്ക് അധികം വൈകാതെ അവസാനിപ്പിക്കേണ്ടി വരും. ഒരുപാട് ചോദ്യങ്ങൾ നേരത്തെ ആനന്ദ് പറഞ്ഞതുപോലെ സൂമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് വന്നു കിടക്കുന്നുണ്ട്. വളരെ കുറച്ച് 1-2 ചോദ്യങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ എടുക്കാൻ സമയമുള്ളൂ. പോസ്റ്റിന്റെ ഒരു പ്രത്യേകത, മലയാളം സംസാരിക്കുന്ന ആളുകളുള്ള ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ഈ പരിപാടി എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നായാലും ശരി, അവരാണ് യഥാർത്ഥത്തിൽ പോസ്റ്റിന്റെ ശക്തി. നമുക്ക് അപ്പോ ഒരു ചോദ്യം വന്നിട്ടുള്ളത് UK നിന്നാണ്. അപ്പോ ഉണ്ണി ശിവപാൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറയുന്നുണ്ട് കുര്യൻ സാറിന്റെ അടുത്ത്. ഉണ്ണി ശിവപാൽ ഉണ്ടോ? ഉണ്ണി കേൾക്കാമോ? ഹലോ, നമസ്കാരം. കേൾക്കാമല്ലോ ഞാൻ പറയുന്നത്? കേൾക്കാം, ചോദിച്ചോളൂ. നമസ്കാരം. ഏതായാലും കേരളത്തിന്റെ വികസനത്തിന്റെ തെക്കും വടക്കുമുള്ള 2 പില്ലർ എന്ന് പറയാം, വിജയരാഘവൻ സാറാവട്ടെ, കുര്യൻ സാറാവട്ടെ. അപ്പൊ കുര്യൻ സാറിനെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. കുര്യൻ സാറ് നെടുമ്പാശ്ശേരി തുടങ്ങുന്ന സമയത്ത് അവിടെ ടച്ച് സ്ക്രീൻ കിയോസ്ക് ടെക്നോളജി ആയിട്ട് ഞാൻ അങ്ങനെ സിനിമ അല്ലാതെ ഒരു മേഖലയിലൂടെ വന്നിട്ട്. സാറേ, ഞാനിപ്പോ ലണ്ടനിലാണ്. നമസ്കാരം സാറേ. നമസ്കാരം. ഇപ്പൊ ഞാൻ ലണ്ടനിലാണ് ഉള്ളത്. അപ്പോ ഈ ചോദ്യം അസ്ഥാനത്താണോ എന്നറിയില്ല. ഉണ്ണി ശിവപാലാണ് സാറേ. മനസ്സിലായി. ഓക്കെ. അതായത് സാറ് IAS വിരമിച്ച ശേഷം ലാഭകരമായ മറ്റേതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോവാതെ വീണ്ടും സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വന്ന് ഇങ്ങനെ വികസനത്തിന് പോകാനുള്ള ഒരു പ്രധാന കാരണം എന്താണ് സാർ? ഇത് അസ്ഥാനത്താണെങ്കിൽ സാർ ക്ഷമിക്കുക. ഇല്ല, ഇതിപ്പോ ഞാൻ സർവീസിലുള്ളപ്പോൾ തന്നെ എനിക്ക് നല്ല ഒത്തിരി ഓഫറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല പണമാണ് നമ്മുടെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. തീർച്ചയായിട്ടും അതിനും അപ്പുറത്ത് ഇന്നിപ്പോ ഞാൻ എത്ര പണക്കാരനായിരുന്നെങ്കിലും ഒരു പക്ഷെ നിങ്ങളുമായിട്ടൊരു സംവാദം നടത്താനായിട്ട് സാധിക്കുമായിരുന്നില്ല, ഈ എയർപോർട്ടിൽ പണിതില്ലായിരുന്നു. അത് തന്നെയല്ലേ അതിന്റെ ഏറ്റവും വലിയ ഒരു നല്ല ലക്ഷണമായിട്ട് തന്നെ തോന്നുന്നു. പണം ഒരിക്കലും എന്നെ ഒരു അട്രാക്ട് ചെയ്തിട്ടിരുന്നില്ല. ഇനിയാണെങ്കിലും ഞാൻ ഈ ടേം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി വെറുതെ ഇരിക്കുകയുള്ളൂ. പുതിയ ഒരു പരിപാടിക്ക് പോവില്ല. കാരണം എനിക്ക് പക്ഷെ ഞങ്ങൾക്കൊരു വലിയൊരു വിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഒരു വാട്ടർവേ. ഈ കോവിഡ് വന്നാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ അത് നമ്മൾ തീർക്കാൻ സാധിച്ചാണ്. ഇപ്പം എന്നിരുന്നാൽ പോലും പലർക്കും വിശ്വാസക്കുറവുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അടുത്ത 3 മാസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങള് കോഴിക്കോട് വരെ ബോട്ട് യാത്ര ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് അവിടെ ട്രിവാൻഡ്രംകാരാണെ അറിയാൻ സാധിക്കും, അവിടെയൊക്കെ കംപ്ലീറ്റ് ക്ലീനിങ്ങും ഡീപ്പനിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ ആ ഒരു പാർട്ട് ഓഫ് ഈ വാട്ടർവേ ചെയ്തു. ഞങ്ങളൊരു വലിയ വിഷനായിരുന്നു, ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു വലിയ വിഷനായിരുന്നു അത്. കാരണം ഈ വലിയ റാപ്പിഡ് ട്രാൻസ്പോർട്ടിന് പകരമായിട്ട് നമ്മൾ ഈ വാട്ടർവേ എത്ര ഉപയോഗിക്കാൻ സാധിക്കും. അതായത് വാട്ടർവേ കൂടെ ആൾക്കാർ, നമ്മുടെ എത്രയോ ആൾക്കാർ പുഴയുടെയും കായലിന്റെയും തീരത്ത് താമസം, അതിനെ ഒരു വലിയ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടായിട്ട് മാറ്റുക. അവിടെ പ്രധാനപ്പെട്ട സ്ഥലത്തെല്ലാം സീപ്ലെയിൻ ഇറങ്ങാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അതായത് ഇനി ലാൻഡ് അക്വിസിഷൻ കേരളത്തിൽ നടത്തുക എന്ന് പറഞ്ഞാൽ സ്വല്പം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞങ്ങള് 2001 ആണ്ടില് എക്സ്പ്രസ് വേയെ പറ്റി പറഞ്ഞു. പക്ഷെ അന്നായിരുന്നെങ്കിൽ അത് നടന്നേനെ. പക്ഷെ അതിന് നല്ല എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഈ വാട്ടർവേ കൂടെ ഈ ചെറിയ ഷോർട്ട് ട്രിപ്സ് വാട്ടർവേയും അതിലെ ലോങ് ട്രിപ്സ് സീപ്ലെയിനുമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ആക്റ്റീവായിട്ട് താല്പര്യമെടുത്താണ്. അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് നമ്മൾ ഈ 3 മാസത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യുകയും ചെയ്യും. നടക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച് സാർ. തീർച്ചയായിട്ടും ആ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ നമുക്കൊക്കെ സഞ്ചരിക്കാനും അവസരം ഉണ്ടാവട്ടെ. വിജയരാഘവൻ സാറിന്റെ അടുത്തൊരു ചോദ്യം മിസ്റ്റർ ജോൺസ് ലൂക്കോസ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. സാറ് ഫാമിലിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു.
അപ്പൊ സാറിന്റെ ഈ വിഷന്റെയും ഈ സ്വപ്നങ്ങളുടെയും ഒക്കെ നടുവിൽ എങ്ങനെയാണ് സാർ ഈ ഫാമിലിയുമായിട്ട് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതിന് സാർ എടുക്കുന്ന സ്ട്രാറ്റജി എന്തൊക്കെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. വിജയരാഘവൻ സാർ. Your partner needs to be somebody who probably takes a lot of sacrifices. Okay, അപ്പം അത് ഡെഫിനറ്റ് ആയിട്ടും അങ്ങനെ ഒരാൾ വേണം. എന്റെ വൈഫ് ടീച്ചറായിരുന്നു, പക്ഷെ കുട്ടികളുടെ കാര്യം വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ നിഷ തുടങ്ങുന്നത് ബിക്കോസ് both my daughters were deaf. അങ്ങനെയാണ് ഞാൻ അതുമായിട്ട് ഇൻവോൾവ് ആവുന്നത്. അപ്പം അതിലെ യെസ് യു ട്രൈ ടു സ്പെൻഡ് വാട്ട് എവർ ടൈം യു ക്യാൻ, ബട്ട് ദാറ്റ് ഫീലിംഗ് ദാറ്റ് യു ആർ ദെയർ ഇസ് ഇനഫ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഈ ഇതിൽ പറഞ്ഞതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോ നേരത്തെ പറഞ്ഞതിന്റെ ഞാൻ അതിന്റെ ഒരു വലിയൊരു ചേഞ്ച് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരുപാട് ചെറുപ്പക്കാര്, പീപ്പിൾ ഹു ടേക്ക് എ ജോബ്, ഗോ ഔട്ട്സൈഡ്, ഒരുപാട് നമ്മൾ പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് വരുന്നുണ്ട്. You don't care for your parents, you don't care for your siblings. അങ്ങനെ ഒരുപാട് അതിലൊരു മാറ്റം വരണം. ആ മാറ്റം കുറെ ഇപ്പൊ വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കാണുന്നുണ്ട്. ഇടയ്ക്ക് ഒരു പീരിയഡില് അതാണ് ഞാൻ ഇത്രത്തോളം എംഫസൈസ്. ബട്ട് യു നീഡ് ടു സ്പെൻഡ് ടൈം, ക്വാളിറ്റി ടൈം വെൻ യു ഗെറ്റ്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്, വെൻ ഐ കം ഹോം ഐ സ്വിച്ച് ഓഫ് ഓഫീസ്, വെൻ ഐ ലീവ് ദി ഹോം ഐ സ്വിച്ച് ഓഫ് ഹോം. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ഇതാണ്. ഐ ഡു ലോങ് അവേഴ്സ്, പക്ഷേ ദാറ്റ് ഈസ് ദ വേ യു ക്യാൻ ഡു ഇറ്റ്. അതർവൈസ് ഇറ്റ്സ് നോട്ട് ഈസി. താങ്ക് യു സർ. എനിക്കൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ആണ് സാർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒരു ചോദ്യം കുര്യൻ സാറിന്റെ അടുത്ത് വന്നിട്ടുള്ളത്, സാറിന്റെ ഒരു പ്രത്യേകത ഈ സിയാലുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇപ്പൊ സാറ് പിന്നെ നമ്മുടെ വാട്ടർ വേസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എപ്പോഴും നൂതനമായിട്ടുള്ള ആശയം ഫലപ്രദമായിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് തരുന്ന ഒരു സന്ദേശം, ഒരു ലീഡർ ഒരിക്കലും ഈ തൃപ്തനാകരുത് എന്നുള്ള ഒരു സന്ദേശമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സാർ. നമ്മളെപ്പോഴും പുതിയ പുതിയ ആശയങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അത് പലപ്പോഴും നമുക്ക് തോന്നിയിരിക്കുന്നത്, ഇപ്പൊ ഞങ്ങൾ അവിടെ 100% സോളാർ എയർപോർട്ടാണ്. ഇന്ന് ലോകത്ത് ആരും, ഞങ്ങളിത് 2015 ചെയ്തതാണ്, പക്ഷെ ഇന്നും ഒരാൾക്ക് പോലും അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ലോകത്ത് ഒരിടത്തും ഇപ്പോഴും 100% സോളാർ ആയിട്ടുള്ള ഒരു എയർപോർട്ട് ഇല്ല. നമ്മൾ 40 മെഗാവാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്തു. അതിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞാൽ KSEB പെട്ടെന്ന് ചാർജ് കൂട്ടിയപ്പോൾ നമുക്ക് ഒരു ഓൾട്ടർനേറ്റ് ഐഡിയ വേണ്ടി വന്നു. അന്നേരം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു. പിന്നെ എനിക്ക് എപ്പോഴും ഉണ്ടെന്ന് വെച്ചാൽ, എനിക്ക് എപ്പോഴും ഒരു ഭാഗ്യമുണ്ട്, അതായത് ഒരു ഈശ്വരാനുഗ്രഹം എന്താ നിങ്ങൾ പറഞ്ഞാൽ, ആ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഒത്തിരി ഐഡിയാസ് ഉണ്ടെങ്കിൽ ചിലത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കത് സക്സസ് ആവും എന്നുള്ളൊരു ഭയങ്കര ലക്ക് എനിക്കുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്, ആത്യന്തികമായിട്ട് കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വാട്ടർ വേ തന്നെയാണ്. ഇതിപ്പം പ്രോബ്ലി ആരെങ്കിലും യങ്ങർ ആയിട്ടുള്ള ആൾക്കാർ വന്നത് ചെയ്യേണ്ടി വരും ഇനി, പക്ഷേ അതായിരിക്കും ഒരു സൊല്യൂഷൻ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സർ. നമുക്ക് ചോദ്യങ്ങൾ ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. അപ്പൊ ഒന്ന് വിജയരാഘവൻ സാർ അടുത്താണ്. സർ, ഈ റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് സാർ പലപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ പറ്റി ഒന്ന്, ആ സങ്കല്പം എന്താണെന്നൊന്ന് ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയണം എന്നാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് വെളിയിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ട് രാജീവ് ഗാന്ധി ഡിഡ് ഇറ്റ് ഇൻ എ ബിഗ് വേ. അതില് റിവേഴ്സ് ബ്രെയിൻ, നമ്മുടെ പീപ്പിൾ ഹു ആർ ഔട്ട്സൈഡ് കം ബാക്ക്, അത് IT രംഗത്ത് ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ശരിക്കുള്ള ബ്രെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ US-ലൊക്കെ നോക്കുകയാണ്, US-ലും യൂറോപ്പിലും സം ഓഫ് ദ ബെസ്റ്റ് റിസർച്ചേഴ്സ് ആർ ഫ്രം ഇന്ത്യ. പക്ഷെ അവർക്ക് അതിന് പറ്റിയ ഒരു എൻവയറമെന്റ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ, പല കാര്യങ്ങളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ സാധിച്ചില്ല. IT രംഗത്താണെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് പലരും തിരികെ അവിടെ നിന്ന് വന്നു. അതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് US ഇന്ത്യയിലേക്ക് തുടക്കത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് അവര് ബാംഗ്ലൂരിൽ വരുന്നു, ബാംഗ്ലൂരുകാരനാണ്, പക്ഷെ ബാംഗ്ലൂർ വരാൻ അയക്ക് ഒരു ഹാർഡ്ഷിപ്പ് അലവൻസ് കൊടുക്കും. അമേരിക്കയിലുള്ള സാലറി കൂടാതെ ഒരു ഹാർഡ്ഷിപ്പ് അലവൻസും കൊടുക്കും ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി തുടക്കത്തില്. കുറച്ച് കഴിഞ്ഞപ്പോ അമേരിക്കൻ കമ്പനിക്കാർക്ക് മനസ്സിലായി അയക്ക് ലൈഫും ചീപ്പറാണ്, മോർ കൺവീനിയന്റ്, കുറെ കൂടെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ അവർ പതുക്കെ അത് കട്ട് ഷോർട്ട് ചെയ്തു, ലോക്കലായിട്ട് റിക്രൂട്ട്മെന്റ് തുടങ്ങിയത്. അപ്പം അവിടെ പോയി ആ എക്സ്പെർട്ടൈസ് കിട്ടിയത്, അത് തിരികെ ഇവിടെ വെക്കുക എന്നുള്ളത്. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ ചിലർ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എയർപോർട്ട്സിന്റെ പറഞ്ഞു, airports around the world, airlines around the world use a software developed by IBS in Trivandrum. ഒരു മലയാളിയുടെ കമ്പനി. Banks, some of the best banks around the world
use a software developed by Suntech, Nandakumar in Trivandrum. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനി UST Global, ഒരു മലയാളിയാണ് ഇവിടെ വന്ന് തുടങ്ങിയെങ്കിലും it belongs to a different group. That group is today about UST Global is 20,000 people. അപ്പൊ ഈ ഒരു നമ്മുടെ ഒരു ഈ റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഹാസ് ഹാപ്പൻഡ് ഇൻ എ വേ they have learned, they have come back and implemented it here. ചില അഡ്വാൻറ്റേജസ് നമുക്കുണ്ടാകും. പക്ഷെ അതിൽ നമുക്ക് നടക്കാത്ത ഒരു വലിയൊരു ഏരിയ ആണ് റിസർച്ച്, വളരെ ഹൈ എൻഡ് റിസർച്ച്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് യൂസിങ് ഡെവലപ്മെന്റ് ഡൺ അറ്റ് ഓക്സ്ഫോർഡ് ടു ഡു ദാറ്റ്. അപ്പൊ നമ്മുടെ സർവകലാശാലകളിൽ വലിയ മാറ്റം വരേണ്ടതുണ്ട്. അതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ സർവകലാശാലകളിലെ പ്രൊഫസർമാർക്ക് അവർക്ക് there is no more, they get a very comfortable salary, they are happy. പുറത്തതല്ല, ഒരു unless you are doing well you don't grow within the organization. ആ രീതിയിലുള്ള ചില മാറ്റങ്ങൾ വരണം. കാരണം ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും റിസർച്ച് രംഗത്തും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് സം ഓഫ് ദി ബെസ്റ്റ് ലാബ്സ് ആർ ഇൻ അവർ കൺട്രി ഓൾറെഡി. ഇപ്പൊ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഈസ് വെരി ഗുഡ്. അപ്പൊ അങ്ങനത്തെ കുറെ വർക്ക് ഉണ്ടെങ്കിലും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് വലിയൊരു മാറ്റം വരണം. അത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ സീ പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ് കമ്മിങ് ബാക്ക്. താങ്ക് യു സർ. തീർച്ചയായിട്ടും അത്തരം മാറ്റങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ശ്രീ കുര്യൻ നേരത്തെ പറഞ്ഞ ഇൻലൻഡ് വാട്ടർവേസ്, ആ ഇൻലൻഡ് വാട്ടർവേ ശരിക്കും കേരളത്തിൽ ഒരു വലിയൊരു ഇമ്പാക്ട് വരുത്തും. വളരെ നല്ലൊരു പ്രോജക്റ്റ് ആണ് അത്. ഈ വർക്കല തുരങ്കം റെഡിയായോ അതോ അതിന്റെ സൈറ്റ് പോവുകയാണോ? ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പൊ ഹൈറ്റിന് പറ്റുമോ? അവിടെ നമുക്ക് 2.25 മീറ്റർ വരെ ഒരു കുഴപ്പമില്ലാതെ പോകും. അതായത് 1885 ബ്രിട്ടീഷുകാർ ചെയ്തതാണ്. പക്ഷെ അത് 2.7 മീറ്റേഴ്സ് ഒരു കുഴപ്പമില്ലാതെ പോകും. മിസ്റ്റർ കുര്യനെ ഏൽപ്പിച്ചതിന് അന്ന് ഞാൻ പറഞ്ഞു നടക്കണമെന്നുണ്ടെങ്കിൽ അതേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോട്ട് ഓഫ് you get a lot of cooperation from the government, from your own colleagues. അതാണ് അതിന്റെ ഒരു വിജയം. തീർച്ചയായിട്ടും അത് ഈ തുരങ്കത്തിൽ കൂടെ ഞങ്ങൾ ബോട്ട് ഓടിക്കും. അതിനുള്ള ബോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം ആകുമ്പോൾ അതും കമ്മീഷൻ ചെയ്ത് സോളാർ ബോട്ടാണ് അതിലേക്ക് ഓടിക്കാൻ പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്ത് എത്തും ഞങ്ങളൊരു സോളാർ ബോട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ആദിത്യയാണോ ആ ഗ്രൂപ്പാണോ? ആദിത്യ ഡെവലപ്പ് ചെയ്ത അതേ ഗ്രൂപ്പാണോ? കൊച്ചി ബേസ്ഡ് ആണോ? ഇത് ഞങ്ങൾ ആദിത്യമായിട്ട് ഞങ്ങൾ സംസാരിച്ചത്. പക്ഷെ ഞങ്ങൾ ടെൻഡർ വിളിക്കും. ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. പക്ഷെ അത് ഇറ്റ് വിൽ ബി ത്രൂ. അതായത് അതായത് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ബോട്ട് അതിലേക്കൂടെ തന്നെ ഓടിയിരിക്കും. അതായത് 25 പേർക്ക് കയറാവുന്ന ഒരു ബോട്ട് തന്നെ ഞങ്ങൾ വർക്കല തുരങ്കത്തിൽ കൂടെ ചെയ്യും. അത് നമുക്ക് ഒത്തിരി ഐഡിയാസ് ഉണ്ട്. വെച്ചാൽ അവിടെ ആ 2 തുരങ്കത്തിന്റെ ഇടയ്ക്ക് നമുക്കൊരു ലേസർ ഷോ കൊടുക്കുക. അതായത് ഒരു നമ്മുടെ മറ്റേ ശിവഗിരി തുരങ്കത്തിന്റെ അവിടെ നമുക്ക് ഗുരുദേവനെ പറ്റിയുള്ള ഒരു വലിയ ഒരു മ്യൂസിയം പോലെ, അതായത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ. മറ്റേ ചെറിയ തുരങ്കത്തില് ഈ നമ്മുടെ തിരുവിതാംകൂർ രാജ്യത്തെ പറ്റിയുള്ള ഒരു ഷോ കൊണ്ടുവരിക. ഇതൊക്കെ നമുക്കുണ്ട്. പക്ഷെ പ്രോബ്ലി ഞങ്ങൾക്കൊക്കെ ഒരു ഐഡിയ പറയുന്നുള്ളതല്ലാതെ യു നീഡ് younger people to come and do it. Probably some of the young people who are sitting here might be able to come out with more better ideas. പക്ഷെ നമ്മുടെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ഇത് അതൊരു 2.5 കിലോമീറ്റർ ഉണ്ട് 2 തുരങ്കത്തിനിടയ്ക്കുള്ള. അതൊരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. രാത്രിയിൽ കൂടെ യാത്ര ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് മാറണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് സാർ. എനിക്ക് തോന്നുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത്. കാരണം ഞങ്ങളെ 2 സ്പീക്കേഴ്സും അവർ തമ്മിൽ തന്നെയുള്ള ഒരു സംഭാഷണത്തിൽ കൂടെ പോയപ്പോൾ പോസ്റ്റിനും അത് വലിയൊരു എനർജിയും വലിയൊരു നേട്ടമായി. നമ്മളെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിജയരാഘവൻ എപ്പോഴും ഞങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടറാണ്. എപ്പോഴും ഞങ്ങളുടെ ഏത് ഇതിലും വിജയരാഘവൻ ഹാസ് ബീൻ എ ഗ്രേറ്റ് സപ്പോർട്ടർ. താങ്ക് യു സർ. നമുക്ക് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മിഷൻ ബെറ്റർ ടുമോറോയുടെ ദീപാവലി ആശംസകൾ നേരുകയാണ്. ഇത് കൂടാതെ പോസ്റ്റ് കൂടാതെ നമുക്ക് 2 ഓൺലൈൻ പ്രോഗ്രാംസും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് പടവുകൾ എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഹൈസ്കൂളിൽ നിന്നും അതിനപ്പുറത്തേക്കുള്ള കുട്ടികൾക്ക് യങ് അച്ചീവേഴ്സുമായിട്ട് സമപ്രായക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് അച്ചീവ്മെന്റ്സ് ചെറുപ്രായത്തിലെ നേടിയിട്ടുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരമാണ് പടവുകൾ. എല്ലാ തിങ്കളാഴ്ചയും 7 മണിക്കാണ്
ചിരിയോ ചിരിയുണ്ട് എല്ലാ സൺഡേയും 7 മണിക്ക്. അത് പിന്നെ കേരളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള കൊമേഡിയൻസ് വന്നുകൊണ്ടുള്ള ചിരിക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പലപ്പോഴും നമുക്ക് ചിരിക്കാൻ പ്രയാസമുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണത്. അപ്പൊ അതും നിങ്ങളെല്ലാവരും കാണണം, പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഔദ്യോഗികമായിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ ടീം മെമ്പർ ആയിട്ടുള്ള നിരഞ്ജനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഓവർ ടു യു നിരഞ്ജൻ. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പോസ് ഇവിടെ അവസാനിക്കുകയായി. എല്ലാ ആഴ്ചത്തെ പോലെയും ഇന്നും വളരെ രസകരവും ഇൻഫോർമേറ്റീവ് ആയ ഒരു സെഷനാണ് കഴിഞ്ഞത്. ഈ അവസരത്തിൽ നമ്മുടെ 2 സ്പീക്കേഴ്സും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും 1-2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യമായി കുര്യൻ സാറ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ലെസൺ എന്നുള്ളത് ടീം വർക്കിന്റെ മഹത്വത്തെ പറ്റിയാണ്. അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതാണ് ടീം വർക്കിന്റെ ഗുണങ്ങളും അതിന്റെ അത് നമ്മുടെ ടീമിന് നൽകുന്ന ഒരു മൊറാൽ ബൂസ്റ്റിനെ പറ്റിയൊക്കെ ഉള്ളത്. അതേപോലെ അവസാനമായി നമ്മൾ കണ്ടു നമ്മുടെ 2 സ്പീക്കേഴ്സും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും അവര് തമ്മിലുള്ള സപ്പോർട്ടും. രണ്ടാമത് എനിക്ക് പറയാൻ തോന്നുന്നത് കുര്യൻ സാറ് പറഞ്ഞ പോലെ പുതിയ ആശയങ്ങളെ നമ്മൾ ചിന്തിച്ചെടുത്തുകൊണ്ടിരിക്കണം, അതേപോലെ പുതിയ ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പരിപാടി കേൾക്കുന്ന ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവർക്കും ഇന്റേണലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. കുര്യൻ സർ, thank you very much for joining us. It was a great honor to listen to your words. Thank you. വിജയരാഘവൻ സർ, സാറ് പറഞ്ഞതിൽ വെച്ച് എനിക്ക് 2 കാര്യങ്ങളാണ് വളരെ പോയിന്റന്റ് ആയിട്ട് തോന്നിയത്. ആദ്യം സാറ് പറഞ്ഞത് തിങ്ക് ബിഗർ, തിങ്ക് ലോങ്ങർ ആൻഡ് തിങ്ക് ഗ്ലോബൽ. എനിക്കൊന്നു നമ്മുടെ രാജ്യത്ത് ഇത്ര ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉള്ള ഒരു കാലത്ത് നമുക്ക് ശരിക്കും ഇന്റർലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ യങ്സ്റ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയമാണിത്. രണ്ടാമതായി സാർ പറഞ്ഞത് വി ഓ എ ലോട്ട് ടു സൊസൈറ്റി. സാർ ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നിയത് നമ്മുടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയ ജോൺ എഫ് കെനഡിയുടെ വാക്കുകളാണ്. തിങ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി കൻ ഡു ഫോർ യു, തിങ്ക് വാട്ട് യു കൻ ഡു ഫോർ യുവർ കൺട്രി. ഐ തിങ്ക് ദാറ്റ് ഫിറ്റ്സ് ഇൻ വെരി വെൽ വിത്ത് ദ ഐഡിയ ഓഫ് റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഓൾസോ ദാറ്റ് യു ആർ സ്പീക്കിംഗ് അബൌട്ട്. താങ്ക് യു വെരി മച്ച് സർ ഫോർ ജോയിനിങ് us today. Thank you. എല്ലാ ആഴ്ചത്തെ പോലെയും നമ്മുടെ ടീമിനെ നിരന്തരം ഉയരങ്ങളിലേക്ക് എത്താൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരുടെയും പ്രിയങ്കരനായ വിജയൻ സാർ നമ്മോടൊപ്പം ഉണ്ട്. സാറിനോടും വലിയൊരു നന്ദി. നമ്മുടെ 2 സ്പീക്കേഴ്സ് പറഞ്ഞ പോലെ ഈ ടീം വർക്ക് ആണ് പോസ്റ്റിന്റെ ഒരു വലിയ വിജയത്തിന് കാരണം. ഈ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ടീമുണ്ട്. അവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ക്രിയേറ്റീവ് ടീമുണ്ട്. ഉറക്കമെല്ലാം ത്യജിച്ച് പോസ്റ്റേഴ്സും വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീമുണ്ട്. എല്ലാവർക്കും നന്ദി. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ്, നിങ്ങളില്ലാതെ നമ്മുടെ ഈ ഷോ എവിടെയും എത്തില്ലായിരുന്നു. വരും നാളുകളിലും നിങ്ങളുടെ ഈ പാർട്ടിസിപ്പേഷനും സപ്പോർട്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ചയും ഇതേ ദിവസം ഫ്രൈഡേ ഇതേ സമയം 7 മണിക്ക് നമ്മുടെ 34ാമത്തെ എപ്പിസോഡ് ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ആസ് എ ലീഡർഷിപ്പ് ട്രേറ്റ് എന്നതാണ് ചർച്ചാ വിഷയം. എല്ലാവരും പങ്കെടുക്കണം. കഴിഞ്ഞ എപ്പിസോഡുകളും വരാനിരിക്കുന്ന പരിപാടികളെ പറ്റിയും ഉള്ള കൂടുതൽ ഇൻഫർമേഷൻ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിൽ ഉണ്ടാവും. എല്ലാവരും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും MBT യുണൈറ്റഡിനെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ മറ്റു പരിപാടികൾ പടവുകൾ, ചിരിയോ ചിരി തുടങ്ങിയ മറ്റു പരിപാടികളെയും കാണുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ദിവാലി. Thank you, sir. Sir, thank you so much. Thank you, Vijay. Thank you. All the people who have joined this discussion, thank you all of you. Thank you everyone. Thank you. Good program. Okay, good night. Thank you, sir. Happy Diwali. Happy Diwali to all of us. Thank you. Safety, all of you. Diwali, good night. Good night. നമുക്ക് നാഷണൽ ആന്തം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा
चञ्चल जलधि तरङ्गा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे।